അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. നോർമൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ഓക്കെ. ഇനി ഒരു ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന ഡിസൈനറുടെ പ്രൈമറി ഗോൾ എന്തായിരിക്കണം? പ്രൈമറി ഗോൾ, ഒരു ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനറുടെ പ്രൈമറി ഗോൾ എന്തായിരിക്കണം? രണ്ട് ആൻസർ, പ്രോബബിൾ ആൻസർ പറയാം. കൺവീനിയൻസ് ആയിരിക്കണോ, എഫിഷ്യൻസി ആയിരിക്കണോ? പ്രൈമറി ഗോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനറിന്റെ പ്രൈമറി ഗോള് കൺവീനിയൻസ് ആയിരിക്കണോ, എഫിഷ്യൻസി ആയിരിക്കണോ? ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനറുടെ പ്രൈമറി ഗോള് കൺവീനിയൻസ് ആയിരിക്കണോ, എഫിഷ്യൻസി ആയിരിക്കണോ? എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? 3-4 വേർഡ് ലെറ്റർ അടിച്ചാൽ മതി, അപ്പൊ എനിക്കിന് മനസ്സിലാവും. എഫിഷ്യൻസി ആണെങ്കിൽ EFFI, കൺവീനിയൻസ് ആണെങ്കിൽ CONV, അത്ര മതി. ടൈപ്പ് ചെയ്തോ. എന്താണ്? നിങ്ങളാണ് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും? കൺവീനിയൻസിനാണോ എഫിഷ്യൻസിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുക? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒരു ആൻസർ പറയൂ. കൺവീനിയൻസ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, നല്ല ആൻസർ ആണ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അതിന് എഫിഷ്യൻസി എന്ന് പറയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം എല്ലായിടത്തും നമ്മൾ എഫിഷ്യൻസി ആണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഇപ്പോൾ വിൻഡോസ് ലിനക്സ് എടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കും? ലിനക്സ് ആയിരിക്കും. പക്ഷേ കോമൺ മാൻ എല്ലാവരും ഭയങ്കര സൂപ്പർ ഹീറ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? അത് വിൻഡോസ് ആണ് അല്ലേ? അപ്പൊ അത് കൺവീനിയന്റ് ആണ് യൂസർക്ക്. അത് ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് അത് അത്രയും സൂപ്പർ ഹിറ്റ് ആയത്. അപ്പൊ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈനറിന്റെ മെയിൻ ഇന്റൻഷൻ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭയങ്കര കൺവീനിയന്റ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, ഇനി നമ്മൾ ആ പ്രോസസ്സിലേക്ക് വരാം. പ്രോസസ്സും പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസസ് ആൻഡ് പ്രോഗ്രാം? പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആയിരിക്കും എന്ത്? ഒരു പ്രോസസ്സ്. പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ആണ് ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പൊ പ്രോഗ്രാം എവിടെയായിരിക്കും ഉണ്ടാവുക? പ്രോഗ്രാം ഹാർഡ് ഡിസ്കിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് നിങ്ങളുടെ ആ പ്രോഗ്രാമിനെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ കമാൻഡ് കൊടുക്കുമ്പോഴോ എന്താ ചെയ്യുന്ന? ആ പ്രോഗ്രാം എന്തിലേക്ക് വരുന്നു? മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു അല്ലേ? മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്ത പ്രോഗ്രാം എക്സിക്യൂഷൻ, അതായത് ആ റെഡി ക്യൂയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ആ എക്സിക്യൂഷൻ സ്റ്റേറ്റിലേക്ക് വന്നു. അതായത് ഇനി ഏത് നിമിഷവും CPU കിട്ടിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യും. ഹാർഡ് ഡിസ്കിൽ കിടക്കുന്നത് പ്രോഗ്രാമാണ്. അവിടുന്ന് മെയിൻ മെമ്മറിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് എന്താണ്? പ്രോസസ് ആണ്. പ്രോസസ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ പ്രോഗ്രാമിൻ എക്സിക്യൂഷൻ ആണ് എന്ത്? പ്രോസസ്. ഓക്കെ, അപ്പം എല്ലാ പ്രോസസ്സിലും പ്രോസസ്സാണ് നമ്മുടെ ഹീറോ അവിടുത്തെ. അപ്പോൾ പ്രോസസ്സിനൊക്കെ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിന് കുറെ കാര്യങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പ്രോസസ്സിന്റെ ആട്രിബ്യൂട്ട്സ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് ID ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. PDF ഞാൻ അയക്കില്ല, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. പ്രോസസ് ID ഉണ്ടാവും, പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും. ഒരുപാട് പ്രോസസ്സുകൾ റാമിൽ ഉണ്ടാവില്ലേ? നമ്മൾ ഒരു പ്രോഗ്രാമിനെയാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്രോസസ് ആയിരിക്കില്ലേ ആ റാമിൽ കിടന്ന് കളിക്കുക അല്ലേ? നമ്മൾ ഈ കൺട്രോൾ ആൾട്ട് ഡെൽ അടിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവിടെ റൺ ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യത്തില്ലേ? അതിനകത്ത് നമ്മൾ ചിലതിനെ കില്ല് എന്നൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ റൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ എല്ലാ പ്രോസസ്സുകളും കുറേയൊക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എല്ലാ പ്രോസസ്സിന്റെയും ഇപ്പം ഞാനാണ് ഒരു പ്രോസസ്സ് എങ്കിൽ ഇപ്പം ഞാൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്, അതല്ലേ പ്രോഗ്രാം കൗണ്ടർ. അപ്പൊ എല്ലാ പ്രോസസ്സിന്റെയും പ്രോഗ്രാം കൗണ്ടർ സേവ് ചെയ്യപ്പെടണം അല്ലെ? പ്രോസസ്സിന്റെ സ്റ്റേറ്റ് സേവ് ചെയ്യപ്പെടണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റെഡി, റണ്ണിങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? സ്റ്റേറ്റ്, പ്രയോറിറ്റി ഓഫ് ദാറ്റ് പ്രോസസ്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അല്ലെ? ഈ പ്രോസസ്സ് നമ്മുടെ
CPU റൺ ചെയ്യുമ്പം ആ പ്രോസസ്സ് ഈ രജിസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആഡ് എ കൊമ ബി അല്ലെ, ഒരു ടെമ്പററി രജിസ്റ്റർ അങ്ങനെയൊക്കെയുള്ള ജനറൽ നമ്മുടെ CPU-ന്റെ ഇന്റേണൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ പ്രോസസ്സ് ഫുൾ ചെയ്യാതെ പകുതി വെച്ച് നിർത്തിയിട്ട് അടുത്ത പ്രോസസ്സിനെങ്ങാനും സംഭവം കൊടുക്കുവാണെങ്കിൽ ഇപ്പം രജിസ്റ്ററിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് സേവ് ചെയ്ത് വെക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ പകുതി വരെ എക്സിക്യൂട്ട് ചെയ്ത് വെറുതെ ആവില്ലേ, വീണ്ടും ആദ്യം മുതൽ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? അപ്പൊ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഡിവൈസസ്, പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനുകളെല്ലാം ഈ പ്രോസസ്സിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഈ പ്രോസസ്സിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് എല്ലാ പ്രോസസ്സിനും സ്വന്തമായിട്ട് ഒരു പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ട്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ആ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലാണ്, ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്, ആ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലാണ് ഈ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് രണ്ട് ടെക്നിക്കൽ ടേമും കൂടെ വരും. ഒന്ന് കോണ്ടാക്ട് സ്വിച്ചിങ്, മറ്റൊന്ന് കോണ്ടാക്ട് സ്വിച്ചിങ് ടൈം. ഓക്കെ, ഇപ്പം 5 പ്രോസസ്സ് റൺ ചെയ്യാന്ന് വിചാരിക്കും. 5 പ്രോസസ്സ് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 5 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴായിട്ട് നമ്മൾ ഓരോന്നിനെ എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് ആ പ്രോഗ്രാമിനെ പിടിച്ച് പ്രോസസ്സാക്കി റണ്ണിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റേജിലാണ്. അപ്പം പ്രോസസ്സാക്കി ഇപ്പോൾ റാമിലുണ്ടല്ലോ, 5 പേര് റാമിലുണ്ട്, 5 പേര് റാമിലുണ്ട്. ആ റാമിൽ ഒരു പ്രോസസ് P1 ആ റാമിന്റെ അകത്ത് നിന്ന് റെഡി ക്യൂന്ന് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ CPU കിട്ടി. CPU-ന് അറ്റ് എ ടൈമിൽ സിംഗിൾ കോർ CPU ആണെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5 പ്രോസസ് നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞിട്ട് 5 പ്രോസസ്സിന്റെ 5 ഇൻസ്ട്രക്ഷൻ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ, ഒരു പ്രോസസ്സിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു പ്രോസസ്സിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയില്ലേ, പ്രീ എംപ്റ്റീവ് അൽഗോരിതം, നോൺ പ്രീ എംപ്റ്റീവ് എന്നൊക്കെ പറയത്തില്ല. അതായത് അത് വേണമെങ്കിൽ പുറത്താക്കാം, അതായത് പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് മാറ്റാം അല്ലേ? അങ്ങനെയുള്ള അൽഗോരിതംസിനെയാണ്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രീ എംപ്റ്റീവ് അൽഗോരിതംസ്, പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം അല്ലെ. നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ? പകുതിക്ക് വെച്ച് മാറ്റാൻ പറ്റത്തില്ല, അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടേ മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലെ? ഫൈൻ. അപ്പം പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സിൽ നിന്ന് മേ ബി പകുതിക്ക് വെച്ച് നിർത്തി, ഓക്കെ, പകുതിക്ക് വെച്ച് നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നുകിൽ പ്രീഎംഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും IO പരിപാടികൾക്ക് പോകുന്നല്ലേ. ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പം അതിൻ്റെ അകത്ത് IO ബേസ്റ്റ് ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും, CPU ബേസ്റ്റ് ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും അല്ലെ. IO ബേസ്റ്റും CPU ബേസ്റ്റും ഉണ്ടാവും. IO ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ നമ്മളിപ്പോ പ്രിന്റ് F എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വേണം. അപ്പൊ അത് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് CPU വെറുതെ ഇരിക്കുമല്ലേ അവിടെ. ഈ CPU ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എന്ത്, ആ ഇൻസ്ട്രക്ഷൻ, ആ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് പറയും? ഇതെന്ത് CPU ബേസ്റ്റ് ആണ്. ഈ CPU ബേസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, മറ്റേത് IO ബേസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ CPU ഉപയോഗിക്കാതെ IOയ്ക്ക് പോകുമ്പോൾ മേ ബി ഇവൻ പുറത്തു പോകുമ്പോൾ ആ സമയത്ത് വേറൊരു പ്രോഗ്രാമിനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യത്തില്ലേ? CPU-നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇവൻ IO പരിപാടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവൻ പ്രീഎംഷൻ നടക്കുമ്പോഴോ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് പകുതിയാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ അതിന് പകരമായിട്ട് പുതിയൊരാൾ വരും, അവിടെ എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് പുതിയൊരാൾ വരും അല്ലേ? അങ്ങനെ വരുമ്പോൾ പഴയ പ്രോസസ്സിന്റെ പകുതി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന പല സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്ത്, പല രജിസ്റ്ററുകൾ അപ്ഡേറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു വരുമ്പോൾ അവന് പകുതി എക്സിക്യൂട്ട് ചെയ്ത് ആ രീതിയിൽ തന്നെ അവന് കിട്ടണം. അപ്പൊ എന്താണോ രജിസ്റ്റേഴ്സിന്റെ ഒക്കെ വാല്യൂ, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ഞാൻ നടത്തിയിട്ടുണ്ടോ അത് ആ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടണം. ആ സ്ക്രീൻഷോട്ടുകൾ എല്ലാം എടുത്ത് സേവ് ചെയ്ത് വെക്കണം അല്ലെ. അത് എവിടെ സേവ് ചെയ്ത് വെക്കുന്നത്? അത് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, PCB-യിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരു പ്രോസസ്സിൽ നിന്ന് അടുത്ത പ്രോസസ്സിലേക്ക് നിങ്ങൾ പോകുന്ന പേരിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുക. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. അപ്പൊ ഒരു പ്രോസസ് എയിൽ നിന്ന് ബിയിലേക്ക് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യുമ്പോൾ എയിൽ കറന്റ്ലി ഇരിക്കുന്ന അവസ്ഥയെല്ലാം നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം PCB-യിൽ. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലേ? ആ സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം. അപ്പൊ കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഉണ്ട്, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം ഉണ്ട്. ഓക്കെ, ഒരു പ്രോസസ്സിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടുത്ത പ്രോസസ്സിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യത്തെ പ്രോസസ്സിന്റെ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഡേറ്റ, എല്ലാ വേരിയബിളിന്റെ വാല്യൂ, എല്ലാ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ PCB-യിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട്
പ്രോസസ് ബി നേരത്തെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നതിന്റെ ബാക്കിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ പ്രോസസ് ബിയുടെ ആ അവസാനം എന്താണോ ചെയ്ത് നിർത്തിയിരുന്നത് അതെല്ലാം CPU-ന്റെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യണം. എന്നിട്ടാണ് ഈ സംഭവം എയിൽ നിന്ന് ബിയിലേക്ക് സ്വിച്ച് ആവുന്നത്. അപ്പൊ ഇതിന് ഒരു സമയമെടുക്കും. ആ സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടാക്ട് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, നമുക്കിനി മെയിനായിട്ട് നമുക്കൊരു പ്രോസസ്സിന്റെ സ്റ്റേറ്റ് ഡയഗ്രം നമ്മൾ ഈ കാണും. ഈ ചാപ്റ്ററിൻ്റെ അകത്ത് സ്റ്റേറ്റ് ഓഫ് പ്രോസസ് അല്ലെ, പല പല സ്റ്റേറ്റുകളുണ്ട് പ്രോസസ്സിന്. ഒന്ന് ന്യൂ സ്റ്റേറ്റ്, ന്യൂ സ്റ്റേറ്റിൽ നിന്ന് അത് വരുന്നത് റെഡി സ്റ്റേറ്റിലേക്കാണ്, റെഡി സ്റ്റേറ്റിൽ നിന്ന് അത് പോകുന്നത് റണ്ണിങ് സ്റ്റേറ്റിലേക്കാണ്, റണ്ണിങ്ങിൽ നിന്ന് ടെർമിനേറ്റഡ്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സിൽബർ ഷാറ്റ്സ് ആൻഡ് ഗാൽവിൻ ടെക്സ്റ്റ് ബുക്ക് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഇത്രയും ഭാഗം കാണാൻ സാധ്യതയില്ല. ഇവിടെ ഇത്രേ ഉണ്ടാവുള്ളൂ, ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ ഇവിടെ വരെ. അതായത് ന്യൂ, റെഡി, റണ്ണിങ്, ടെർമിനേറ്റഡ്. റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും IO വരുവാണെങ്കിൽ, IO ഓപ്പറേഷൻ വരുവാണെങ്കിൽ വെയിറ്റ് ഓർ ബ്ലോക്ക്, അവിടുന്ന് IO കഴിഞ്ഞാൽ വീണ്ടും റെഡി ക്യൂയിലേക്ക് പോകുന്നു അല്ലേ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പറയാം, കാരണം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ നോക്കണം, ഈ പടം നോക്കണം. ഇവിടെ ഒരു പ്രോഗ്രാം ന്യൂ സ്റ്റേറ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം ഹാർഡ് ഡിസ്കിലാണെന്നാണ് അർത്ഥം. സെക്കൻഡറി മെമ്മറി, ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മെമ്മറിയാണ്. ആ സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്ന പ്രോഗ്രാമിനെ നമ്മൾ പ്രോസസ് ആക്കുമ്പോഴാണ് ഇത് എവിടെ എത്തുന്നത്, മെയിൻ മെമ്മറിയിൽ എത്തുന്നത്. അപ്പൊ റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന, റെഡി സ്റ്റേറ്റിലാണ് ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് എവിടെയായിരിക്കും, അത് മെയിൻ മെമ്മറിയിലായിരിക്കും. ഓക്കെ, മെയിൻ മെമ്മറിയിലായിരിക്കും. ന്യൂ സ്റ്റേറ്റിലാണ് ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് എവിടെയായിരിക്കും, അത് സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. അപ്പം സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് പ്രോഗ്രാം വരുന്നു. അത് കൊണ്ടുവരുന്ന ആൾക്ക് ഒരു പേരുണ്ട്, ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറയും. ലോങ് ടേം ഷെഡ്യൂളർ. ഓക്കെ, അതൊക്കെ ചോദിക്കും. ലോങ് ടേം ഷെഡ്യൂളർ ആണ്. ഈ ലോങ് ടേം ഷെഡ്യൂളർ ആണ് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക്, അല്ലെങ്കിൽ പ്രോസസ്സിന് ക്രിയേറ്റഡ് ആകുമ്പോഴത്തേക്ക് അതിന് പിടിച്ചുകൊണ്ട് റാമിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പ്രോസസ്സിന് എത്ര പ്രോസസ്സുകൾ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് ആരാ, ഈ ലോങ് ടേം ഷെഡ്യൂളർ ആണ്. അതായത് അവർ ടെക്നിക്കലി പറയുന്നത് ഇങ്ങനെയാണ്, ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര പ്രോഗ്രാംസ് സൈമിൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അതിന്റെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് തീരുമാനിക്കുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരണമെന്ന് തീരുമാനിക്കുന്ന ആരാ, ലോങ് ടേം ഷെഡ്യൂളറാ. ഇതൊരു തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ലോങ് ടേം ഷെഡ്യൂളർ ആണ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 10 പ്രോഗ്രാംസ് റെഡി ക്യൂവിൽ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ റെഡി ക്യൂവിൽ എത്തി, ഒരു 10 പ്രോഗ്രാം റെഡി ക്യൂവിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ റെഡി ക്യൂ, അത് റെഡി എന്ന് പറഞ്ഞൊരു ക്യൂ ആണ്. ആ റെഡി ക്യൂവിൽ നിന്ന് അതായത് നമ്മുടെ കയ്യിൽ ഒരു CPU ഉള്ളൂ, ഒരു കോറേ ഉള്ളൂ അല്ലെ, ആ ഏത് പ്രോസസ്സിനെ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആ തീരുമാനം കുറെ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് എന്ന് പറയും. CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം നമ്മൾ കുറെ അൽഗോരിതം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു CPU ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ അകത്ത്. അപ്പം ഈ റെഡി ക്യൂവിൽ നിന്ന് ഏത് പ്രോസസ്സിനെ നമുക്ക് നമ്മുടെ CPU-ന് കൊടുക്കണം, എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. അതിനെ കൊടുക്കുന്നത് ആരാണ്, ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറയും. ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഓക്കെ, ഇത് ലോങ് ടേം ഷെഡ്യൂളർ ആണ്. ഏത്, ഹാർഡ് ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് ആളെ എത്തിക്കുന്നത്, പ്രോഗ്രാമിനെ എത്തിക്കുന്നത് ലോങ് ടേം ഷെഡ്യൂളർ. റെഡി ക്യൂവിൽ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് ചെയ്യുന്നത് ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ്. ഷോർട്ട് ടേം ഷെഡ്യൂളറിനെ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് എന്ത്, CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. ഓക്കെ, പലതരത്തിലുള്ള CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. FIFO, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് അല്ലെ, റൗണ്ട് റോബിൻ, അങ്ങനെ അല്ലെ, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, ഇങ്ങനെ പല പല അൽഗോരിതംസ് ഉണ്ട്. അപ്പം ഈ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ഷെഡ്യൂളറിനെ റെഡി ക്യൂവിൽ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക്. റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവന് CPU കിട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, ഈ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ഈ ആരോ എന്താ ഇങ്ങോട്ട് പോകുന്നത്, റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെർമിനേറ്റർ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി ഈ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ഇതെന്താ ഈ ആരോ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത്, റെഡിയിലേക്ക്. ഈ ചില എക്സാമിന് ഇങ്ങനെ ഈ ആരോ തരാതെ ചോദിച്ചിട്ടുണ്ട്. ഈ ആരോ തരാതെ അവർ ചോദിച്ചിട്ടുണ്ട്, ദെൻ ദിസ് പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ബിക്കം ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു. ഇവിടെ എന്താ സംഭവം, ഈ ഷെഡ്യൂളിംഗ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോ ഇല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് പ്രീഎംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
നോൺ പ്രിയംറ്റീവ് അൽഗോരിതംസ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രോസസ്സ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ക്രൈറ്റീരിയ പ്രകാരം, മേ ബി പ്രയോറിറ്റി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ റണ്ണ് ചെയ്തതിനേക്കാളും ഷോർട്ടർ ആയിട്ടൊരു ഒരു ജോബ് വരുന്നു, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം ആണെങ്കിൽ അതായിരിക്കും പ്രയോറിറ്റി വരിക, ഇല്ലേ? ആ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ പുറത്താക്കണമെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ കറന്റ് സ്റ്റേജ്, നിങ്ങൾ ഇപ്പൊ എന്താണോ ഇരിക്കുന്നത് അതിന്റെ വാല്യൂസ് എല്ലാം എവിടെ പി സി ബിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേറൊരാളുടെ പി സി ബി എടുത്ത് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഡ് ചെയ്യുന്ന പറ്റുന്നതിനെയാണ് നമ്മൾ പറയുക പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനെയാണ് നമ്മൾ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ ഒരു ആരോ തന്നില്ലെങ്കിൽ നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ടൈം ക്വാണ്ടത്തിന്റെ ബേസിൽ ഇപ്പൊ നമ്മുടെ റൗണ്ട് റോബിൻ അൽഗോരിതം ആണെങ്കിൽ നിശ്ചിത ടൈം യൂണിറ്റ് ഉണ്ടാവും. ആ ടൈം യൂണിറ്റ് കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങി പോകണം, അവൻ തീർന്നാലും തീർന്നില്ലെങ്കിലും പോകണം, അല്ലേ? ഇപ്പൊ ഇവൻ തീർന്ന എന്ത് ചെയ്യാം? തീർന്ന റണ്ണിങ്ങിൽ നിന്ന് ടെർമിനേറ്റിലോട്ട് പോകും. തീർന്നില്ലെങ്കിൽ അവൻ വീണ്ടും റെഡി ക്യൂയിലോട്ട്. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെ കുറെ അൽഗോരിതംസ് ഉണ്ട്. അതാണ് ഷോർട്ട് ടൈം ഷെഡ്യൂളർ. ഇനി ഒരാളും കൂടെ ഉണ്ട്. നമുക്ക് ഈ വെയിറ്റ് സ്റ്റേറ്റിൽ, അതായത് ഈ വെയിറ്റ് ഓർ ബ്ലോക്ക് എന്ന് പറയുന്നത് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സി പി യു ബേസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, IO ബേസ്ഡ് ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. സി പി യു ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഡ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ സി പി യുവിന് ആവശ്യമുള്ള ചില ഇൻസ്ട്രക്ഷൻസ്. ഒരു പ്രോഗ്രാമിൽ തന്നെ IO ആവശ്യമുള്ളതും ഉണ്ടാവും, സി പി യുവിന് ആവശ്യമുള്ളതും ഉണ്ടാവും. IO എന്ന് പറഞ്ഞാൽ സ്കാൻഎഫ്, പ്രിന്റ് എഫ്, അല്ലെ? സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ എടുക്കണം, പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കണം, അല്ലേ? അപ്പൊ അങ്ങനെ ഉള്ള നമുക്ക് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സി പി യു ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ സി പി യു ബേസ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. IO ബേസ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും എന്ത്? IO ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഈ സി പി യു ബേസ്ഡിന്റെയും IO ബേസ്ഡിന്റെയും മിക്സ്ചർ ആയിരിക്കും, ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു മിക്സ്ചർ ആയിരിക്കും എന്ത്? നിങ്ങളുടെ പ്രോസസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം, അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു IO ഡിവൈസിന്റെ ആവശ്യം വന്നാൽ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ എന്തിലേക്ക് പോകും? നിങ്ങൾ വെയിറ്റ് ഓർ ബ്ലോക്ക് സ്റ്റേറ്റിലോട്ട് പോകും. ഇനി അങ്ങനെ വെയിറ്റ് ഓർ നിങ്ങളുടെ IO ഡിവൈസ് ഉപയോഗം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ തിരിച്ച് റെഡി ക്യൂയിലോട്ട് പോകും. അതാണ് അതിന്റെ ഐഡിയ. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചിലപ്പോൾ പഠിക്കാത്തതായിട്ടുണ്ടാവും ഇവിടെ. നിങ്ങൾക്ക് റെഡി ക്യൂവിൽ നിന്നോ നിങ്ങളുടെ IO ഓർ വെയിറ്റ് ബ്ലോക്ക് സ്റ്റേറ്റിൽ നിന്നോ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യപ്പെടാം. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള മെമ്മറി എൻ്റെ കയ്യിലില്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു പ്രോസസ് ആയിട്ട് റാമിൽ ഉണ്ടെങ്കിലും ആ റാമിലിരിക്കുന്ന പ്രോസസ്സിനെ പുറത്താക്കാം. അത് പുറത്താക്കുന്ന ഷെഡ്യൂളർ ആണ് മീഡിയം ടേം ഷെഡ്യൂളർ. മീഡിയം ടേം ഷെഡ്യൂളർ ആണ് റാമിൽ പ്രോസസ് ആയിട്ട് എത്തിയ ആളെ പുറത്താക്കാനും തിരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മീഡിയം ടേം ഷെഡ്യൂളറിനാണ്. ഓക്കെ അല്ലേ? നമുക്ക് ആവശ്യത്തിനുള്ള മെമ്മറി ഇല്ല, ഒരുപാട് പ്രോസസ്സ് എത്തി. അപ്പൊ ഏതെങ്കിലും പ്രോസസ്സിനെ കില്ല് ചെയ്യണം അല്ലെങ്കിൽ പുറത്താക്കണം. പുറത്താക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മീഡിയം ടൈം ഷെഡ്യൂളറിനെ ഉപയോഗിച്ചിട്ട് ചില പ്രോസസ്സുകളെ സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറി നേരെ സെക്കൻഡറി മെമ്മറിയിലേക്ക് വരുന്നത് കേട്ടോ. സെക്കൻഡറി മെമ്മറിയാണ് ഇതുണ്ടോ സെക്കൻഡറി മെമ്മറി. അപ്പൊ അതാണ് സസ്പെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കേട്ടോ. ഓക്കെ, എടുത്തല്ലോ. ഒരു എസ് അടിച്ച് വൈ എന്ന് അടിച്ച്. ഓക്കെ അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്തെങ്കിൽ ഒരു എസ് എന്ന് അടിച്ച് വൈ എന്ന് അടിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് CPU ഷെഡ്യൂളിംഗ് പാരാമീറ്റേഴ്സ് കുറച്ചുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം എവിടെ വരുന്നത്? നമ്മുടെ ഈ മീഡിയം ടേം, ലോങ് ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളറിനെ സഹായിക്കുന്ന അൽഗോരിതംസ് ആണ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. അതായത് മെയിൻ മെമ്മറി റെഡി ക്യൂവിൽ ഇരിക്കുന്ന പ്രോഗ്രാംസ്, കുറെ പ്രോസസ്സുകൾ എവിടെ ഇരിപ്പുണ്ട്? റെഡി ക്യൂവിൽ ഇരിക്കുന്നുണ്ട്. ആ റെഡി ക്യൂവിൽ നിന്ന് നമ്മൾ ആരെ പിടിച്ച് CPU എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ആളാണ് എന്ത്? ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതം. അത് ചെയ്യുന്ന ആരാണ്? ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി CPU ഷെഡ്യൂളിംഗ് പാരാമീറ്റേഴ്സ് നമുക്ക് കുറച്ചധികം ഉണ്ട്. നോക്കിയേ, അറൈവൽ ടൈം. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കുറെ പേർക്ക് ഓർമ്മയും കാണും. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അറൈവൽ ടൈം ഉണ്ട്. ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം നിങ്ങൾക്ക് CPU ആവശ്യമുണ്ട്. ഓക്കെ, അറൈവൽ ടൈം എപ്പം വന്നു? CPU ബേസ്റ്റ് ടൈം ആണ് കേട്ടോ. CPU ബേസ്റ്റ് ടൈം. ഇനി എപ്പം തീരുന്നു? കംപ്ലീഷൻ ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പം തീർന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ, നിങ്ങൾ കോളേജിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോൾ കോളേജിൽ നിന്ന് പോകുന്നു, എപ്പോൾ കോളേജിൽ വന്നു? മേ ബി വൈകിട്ട് 4 മണിക്ക് കോളേജിൽ നിന്ന് തിരിച്ചു പോകുന്നു.
രാവിലെ 9 മണിക്ക് വന്നു. ഇതിന്റെ ഇടയിലുള്ള ഡ്യൂറേഷൻ ആണ് എന്ത്? നിങ്ങളുടെ ഈ ടേൺ അറൗണ്ട് ടൈം. നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചു. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു 5 മണിക്കൂറോ 6 മണിക്കൂറോ അല്ലെങ്കിൽ മേ ബി 7 മണിക്കൂർ നിങ്ങൾ കോളേജിൽ ഇരിക്കുന്നുണ്ടാവും. ആ 7 മണിക്കൂറാണ് ടേൺ അറൗണ്ട് ടൈം. ഈ 7 മണിക്കൂർ നിങ്ങൾ പഠിക്കുമായിരുന്നോ? നിങ്ങളുടെ ഫാക്കൽറ്റി വന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയമാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അതായത് നമുക്ക് എന്ത് പറയാം? ബേസ്റ്റ് ടൈം എന്ന് പറയാം. ആ സി പി യുവിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. സി പി യു ആ ഫാക്കൽറ്റി എന്ന് വിചാരിക്കും. നിങ്ങൾ ആ ഉപയോഗിക്കുന്ന സമയമാണ് ബേസ്റ്റ് ടൈം. ആ മേ ബി ഒരു 4 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ആയിരിക്കും എഫക്റ്റീവ്ലി ആ ക്ലാസ് കിട്ടുക അല്ലെ? ആ 4 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തു? ടേൺ അറൗണ്ട് ടൈം 7 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അന്നേരമാണ് നമുക്ക് 4 മണിക്കൂർ കിട്ടിയത്. അപ്പൊ ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ബാക്കി സമയം നിങ്ങൾ ലഞ്ച് കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ റിയൽ ടൈമിൽ ലഞ്ച് കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്യാൻറ്റീനിൽ പോയിരിക്കുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ത് വരും? അതാണ് വെയിറ്റിംഗ് ടൈം. ഓക്കെ, അതായത് മൊത്തം സമയം മൈനസ് നിങ്ങൾ ഉപയോഗിച്ച സമയം. ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ് എന്ത്? വെയിറ്റിംഗ് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്താ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. വെയിറ്റിംഗ് ടൈം എന്താ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ, അതാണ് വെയിറ്റിംഗ് ടൈം. ഇനി റെസ്പോൺസ് ടൈം ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം കിട്ടിയത്, നിങ്ങൾക്ക് മേ ബി ഫസ്റ്റ് നിങ്ങൾ 9 മണിക്ക് നിങ്ങൾ കോളേജിൽ വരുന്നു. ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ്, നിങ്ങൾ കുറെ അധികം പ്രോസസ്സുകൾ വന്നെന്ന് വിചാരിക്കും. നിങ്ങളെന്ന് പറയുന്ന പ്രോസസ്സിന് ഫസ്റ്റ് സി പി യുവിന്റെ റെസ്പോൺസ് കിട്ടിയത് എപ്പോഴാണോ, അപ്പോൾ ആ സമയമാണ് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടിയ സമയം മൈനസ് അറൈവൽ ടൈം ആണ്. ഏത്? ഈ റെസ്പോൺസ് ടൈം അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ബാക്കി എല്ലാം ഇമ്പോർട്ടന്റ്. ആവറേജ് ടേൺ അറൗണ്ട് ടൈം, ആവറേജ് വെയിറ്റിംഗ് ടൈം, ഇതൊക്കെ ചോദിക്കും, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. ഇതിനകത്ത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു 1-2 അൽഗോരിതം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന ആ അൽഗോരിതം ഒക്കെ ആയിരിക്കും. നിങ്ങൾ അത് പെട്ടെന്ന് ചെയ്ത് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ മുന്നോട്ട് ഫാസ്റ്റ് ആയിട്ട് പോവാം. നോക്കിക്കോളൂ. ആദ്യത്തെ അൽഗോരിതം FCFS ആണ്. FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ഓക്കെ, ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അറൈവൽ ടൈം ആണ്. ക്രൈറ്റീരിയ ഈസ് ഈക്വൽ ടു അറൈവൽ ടൈം. മോഡ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ പ്രിഎംറ്റീവ് ആണോ അതോ പ്രിഎംറ്റീവ് ആണോ? ക്രൈറ്റീരിയ അറൈവൽ ടൈം, മോഡ് നോൺ പ്രിഎംറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ? ക്രൈറ്റീരിയ അറൈവൽ ടൈം. അപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കാം. അവിടെ പ്രോസസ് ID വരുന്നു. ഇത് അറൈവൽ ടൈം തന്നിട്ടുണ്ടാവും, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം എന്തോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പർട്ടിക്കുലർ റൗണ്ട് റോബിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്നിട്ടത് മാർക്ക് ക്യാൻ ബി ഗിവൺ ടു എവരിബഡി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് അറൈവൽ ടൈം തന്നിട്ടില്ല. അറൈവൽ ടൈം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പ്രോസസ് IDയും അറൈവൽ ടൈമും ബേസ്റ്റ് ടൈമും തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ പ്രോസസ് ID P1, നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുക്കണേ, എന്നിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. പ്രോസസ് ID P1, അറൈവൽ ടൈം 0, ബേസ്റ്റ് ടൈം 4. പ്രോസസ് ID P2, അറൈവൽ ടൈം 1, ബേസ്റ്റ് ടൈം 3. പ്രോസസ് ID P3, അറൈവൽ ടൈം 2, ബേസ്റ്റ് ടൈം 1. പ്രോസസ് ID P4, അറൈവൽ ടൈം 3, ബേസ്റ്റ് ടൈം 2. പ്രോസസ് ID P5, അറൈവൽ ടൈം 4, ബേസ്റ്റ് ടൈം 5. ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പ്രോസസ് ID തന്നിട്ടുണ്ടാവും, ഓരോ പ്രോസസ്സിനും വന്നത് എപ്പോഴാണെന്നുള്ള സമയം തന്നിട്ടുണ്ടാവും, അതിന് എത്ര CPU യൂണിറ്റ് ടൈം യൂണിറ്റ് വേണം, 4. അതാണ് CPU ബേസ്റ്റ് ടൈം. BT എന്ന് എഴുതിയിരിക്കുന്നത് ബേസ്റ്റ് ടൈം ആണ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഓർ ഫൈൻഡ് ദ ആവറേജ് വെയിറ്റിംഗ് ടൈം. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആവറേജ് ടേൺ അറൗണ്ട് ടൈം, ആവറേജ് വെയിറ്റിംഗ് ടൈം. ഇങ്ങനെ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്താണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മളൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേര് GANTT, ഗ്യാൻ ചാർട്ട് എന്നാണ്. ഗ്യാൻ ചാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും അപ്രന്റീസ് അല്ലേ? ഗ്യാൻ ചാർട്ട് എന്നായിരിക്കും പറയുക. ആ ഗ്യാൻ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു റെക്ടാങ്കിൾ ഒക്കെ ആയിട്ടായിരിക്കും വരച്ചിട്ടുണ്ടാവുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് അതൊന്നും ആവശ്യമില്ല, ചുമ്മാ ഒരു ലൈൻ അങ്ങ് വരച്ചാൽ മതി ഇതുപോലെ. ഓക്കെ, ഞാൻ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം, നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു വര അങ്ങ് വരയ്ക്കുക കേട്ടോ. വര വരയ്ക്കുക, 0-യിൽ തുടങ്ങണം. ഓക്കെ, 0-യിൽ തുടങ്ങി കുറെ ടൈം യൂണിറ്റ് വേണം നിങ്ങൾക്ക്. ഇപ്പൊ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നോക്കിക്കോണേ,
0th ടൈമിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മുടെ അൽഗോരിതം എന്താ? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. ഇനി പ്രിഎംറ്റീവ് ആണോ നോൺ പ്രിഎംറ്റീവ് ആണോ? നോൺ പ്രിഎംറ്റീവ് ആണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് നോൺ പ്രിഎംറ്റീവ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ? നോൺ പ്രിഎംറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ ഇടയ്ക്ക് നിന്ന് ആര് വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തീർന്ന ശേഷം മാത്രമേ അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കത്തുള്ളൂ. പ്രിഎംറ്റീവ് എന്ന് പറഞ്ഞാലോ? പ്രിഎംറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഹൈ പ്രയോറിറ്റി, അത് എന്തിന്റെ ബേസിലാണോ ആ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, ആ ബേസിൽ ഹൈ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് നോൺ പ്രിഎംറ്റീവ് അൽഗോരിതം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡിനകത്ത് ടെൻഷൻ ഒന്നും ഇല്ല. ഇത് നോൺ പ്രിഎംറ്റീവ് ആണ്. അപ്പൊ ഒരിക്കൽ കയറി കഴിഞ്ഞാൽ പിന്നെ തീർത്തിട്ട് ഇറങ്ങിയാൽ മതി. 0th ടൈമിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇവരൊന്നും വന്നിട്ടില്ലല്ലോ 0th ടൈമിൽ. ഇവരാരും ഇല്ലല്ലോ. ഇവരാരും ഇല്ല. നോക്ക്, അറൈവൽ ടൈം 0, 0 തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അറൈവൽ ടൈം 0ൽ ആരും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ലല്ലോ. ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നേരെ P1 അങ്ങ് ഷെഡ്യൂൾ ചെയ്യാമല്ലോ. P1 ഷെഡ്യൂൾ ചെയ്യാം. P1 എവിടം വരെ ഷെഡ്യൂൾ ആവും? P1 4 ടൈം യൂണിറ്റ് ഷെഡ്യൂൾ ആവും. ഓക്കെ ആണല്ലോ. P1 4 ടൈം യൂണിറ്റ് ഷെഡ്യൂൾ ആയി. ഓക്കെ, P1 4 ടൈം യൂണിറ്റ് ഷെഡ്യൂൾ ആയി. ഇപ്പൊ സമയം 4 മണിയായി. ഇപ്പൊ ആരൊക്കെ എത്തി? ഇപ്പം P1 കഴിഞ്ഞു. ഇപ്പൊ ആരൊക്കെ എത്തി? P2 എത്തി, P3 എത്തി, P4 എത്തി, P5 എത്തി. ഇങ്ങനെ ഒന്നിലധികം പ്രോസസ്സുകൾ കോമ്പീറ്റ് ചെയ്യുമ്പോഴാണ് ആര് വരുന്നത് പിക്ചറിൽ? ഷെഡ്യൂളിംഗ് അൽഗോരിതം പിക്ചറിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്താ? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. അപ്പൊ P2ഉം P3ഉം P4ഉം P5 ആർക്ക് CPU കിട്ടുമെന്നുള്ളതാണ് ഷെഡ്യൂളിംഗ് അൽഗോരിതം തീരുമാനിക്കേണ്ടത്. അവൻ എന്തിന്റെ ബേസിലാണ് തീരുമാനം എടുക്കുന്നത്? ആദ്യം വന്നവർക്ക് കിട്ടും. ആദ്യം വന്നത് എങ്ങനെ കാണുക? അതാണ് അറൈവൽ ടൈം. അറൈവൽ ടൈം നോക്ക്, 1, 2, 1 മണി, 2 മണി, 3 മണി, 4 മണി. സമയം അങ്ങനെയല്ല, നമ്മൾ ആ ടൈം യൂണിറ്റ് ആണ്. 1, 2, 3, 4. ആദ്യം വന്ന ആരാ? 1 ആയിരിക്കും. അപ്പൊ P2 കൊടുക്കാം. ഓക്കെ, P2 കൊടുക്കാം. P2 കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഫുൾ ബേസ്റ്റ് ടൈം 3 എടുക്കുമല്ലോ. 4, 3 എത്രയായി? 7 അല്ലേ? 7. സോ P2 കഴിഞ്ഞു. P2 കഴിഞ്ഞു. ഇനി P2 കഴിഞ്ഞ് ഇനി ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 7 മണിയായി. 4 മണിയായപ്പോ തന്നെ എല്ലാവരും വന്നു. ഇനി 3 പേരുണ്ട്. അക്കൂട്ടത്തിൽ ആദ്യം വന്ന ആരാ? ആദ്യം വന്ന ആള് P3 അല്ലെ? P3ക്ക് എത്ര ടൈം യൂണിറ്റ് വേണം? ഒരു ടൈം യൂണിറ്റ്. സോ P3. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ P3 കഴിഞ്ഞു. ഇനി ആരാ? P4 എത്ര ടൈം യൂണിറ്റ് വേണം? 2 ടൈം യൂണിറ്റ്. സോ 8ഉം 2ഉം 10. P4. ഇനി P5 അടുത്തത് വന്നിരിക്കുന്നു. അവന് 5 ടൈം യൂണിറ്റ് വേണം. 10ഉം 5ഉം 15 അല്ലെ? ഇത്രയല്ലേ ഉള്ളൂ. P5 നോക്കിക്കേ. ഇനി ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എഴുതുന്ന എല്ലാ അൽഗോരിതത്തിന്റെയും, ഇപ്പം നിങ്ങൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആയിക്കോട്ടെ, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആയിക്കോട്ടെ, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആയിക്കോട്ടെ, റൗണ്ട് റോബിൻ അൽഗോരിതം ആയിക്കോട്ടെ, എന്ത് അൽഗോരിതം ആണെങ്കിലും ഇനി ബാക്കിയുള്ള പ്രോസസ്സുകളും പ്രൊസീജിയറുകളും എല്ലാം സെയിം ആണ്. ഈ ചാർട്ട് എഴുതുന്നതാണ് അവിടുത്തെ റിസ്ക്. അതായത് ചാർട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് അവിടുത്തെ റിസ്ക് ഫാക്ടർ. അത് അൽഗോരിതത്തിനനുസരിച്ച് ചാർട്ട് ഉണ്ടാക്കുന്നത് മാറും. അപ്പൊ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാം സെയിം ആണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് കംപ്ലീഷൻ ടൈം ആണ്. കംപ്ലീഷൻ ടൈം നിങ്ങൾ പറഞ്ഞു. കംപ്ലീഷൻ ടൈമിന്റെ ഫോർമുല എന്തായിരുന്നു? കംപ്ലീഷൻ ടൈമിന് ഫോർമുല ഒന്നുമില്ല. ചാർട്ടെന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. P1ന്റെ കംപ്ലീഷൻ ടൈം എത്രയാ? 4 മണിയല്ലേ? കാണുന്നുണ്ടോ? P1ന്റെ കംപ്ലീഷൻ ടൈം 4 മണിയല്ലേ? അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ വലതുവശത്ത് നിന്ന് ഇങ്ങോട്ട് സ്കാൻ ചെയ്ത് വന്നാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് സ്കാൻ ചെയ്യുക. അവിടെ ആദ്യം കാണുന്ന P1 നോക്കുക. അതിന്റെ റൈറ്റ് സൈഡിലുള്ള നമ്പർ ആയിരിക്കും കംപ്ലീഷൻ ടൈം. P1 ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടോ? P1ന്റെ വലതുവശത്ത് 4. അപ്പോൾ കംപ്ലീഷൻ ടൈം എത്രയാ? P1ന്റെ 4. ഓക്കെ, കംപ്ലീഷൻ ടൈം 4. ഓക്കെ, P5ന്റെ കംപ്ലീഷൻ ടൈം 15 അല്ലേ? 15. P4ന്റെ 10. ഞാൻ ഇവിടെ എഴുതുന്നത് മാറുമോ? ഇവിടെ ഈ ഓർഡർ തന്നെ എഴുതാമേ. P1ന്റെ ആദ്യം എഴുതാം കേട്ടോ. P1ന്റെ കംപ്ലീഷൻ ടൈം 4. സോറി, P1ന്റെ 4. P2ന്റെ കംപ്ലീഷൻ ടൈം 7. P3യുടെ കംപ്ലീഷൻ ടൈം 8. P4ന്റെ കംപ്ലീഷൻ ടൈം 10. ഇവിടെ ചാർട്ടിലാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. 10. P5ന്റെ കംപ്ലീഷൻ ടൈം 15. ഈ കംപ്ലീഷൻ ടൈം കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ നമുക്ക് റിസ്ക്. ബാക്കിയെല്ലാം മാത്തമാറ്റിക്കലി ചുമ്മാ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സും കൂടെ കണ്ടുപിടിക്കാം. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടേൺ അറൗണ്ട് ടൈം ആണ്. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈമിന്റെ ഫോർമുല എന്താ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം.
കംപ്ലീഷൻ ടൈം കിട്ടിയിട്ടുണ്ടല്ലോ. എല്ലാ പ്രോസസ്സിനും ടേൺ അറൗണ്ട് ടൈം ഉണ്ട്. സോ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. സോ 4 മൈനസ് 0 എത്രയാ? 4. ഓക്കെ. ഇനി 7 മൈനസ് 1 എത്രയാ? 6. 8 മൈനസ് 2 6. 10 മൈനസ് 3 7. 15 മൈനസ് 4 11. അതാണ് ടേൺ അറൗണ്ട് ടൈം. എല്ലാ പ്രോസസ്സുകളുടെയും ടേൺ അറൗണ്ട് ടൈം. ഇനി ഒരെണ്ണം നമുക്ക് കണ്ടുപിടിക്കാം, വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എത്തിയപ്പോൾ മുതൽ വൈകിട്ട് വരെ ഇരുന്ന സമയമാണ് ടേൺ അറൗണ്ട് ടൈം. നിങ്ങളുടെ ഫാക്കൽറ്റി വന്ന് പഠിപ്പിച്ച സമയമാണ് എന്ത്? ബേസ്റ്റ് ടൈം. ഇതിന്റെ ഇടയിലുള്ള സമയമാണ് എന്ത്? വെയിറ്റിംഗ് ടൈം. സോ ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ക്ലിയർ ആണല്ലോ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. സോ വെയിറ്റിംഗ് ടൈം 4 മൈനസ് 4 0. 6 മൈനസ് 3 3. 6 മൈനസ് 1 5. 7 മൈനസ് 2 5. 11 മൈനസ് 5 6. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമ്മൾ ചോദിക്കുന്ന, അവർ ചോദിക്കുന്നത് അറിയോ? അവർ ചോദിക്കുന്ന ആവറേജ് ആണ്. ആവറേജ് ടേൺ അറൗണ്ട് ടൈം, ആവറേജ് വെയിറ്റിംഗ് ടൈം. ആവറേജ് ടേൺ അറൗണ്ട് ടൈം കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ കൂട്ടുക. എല്ലാ പ്രോസസ്സിന്റെയും ടേൺ അറൗണ്ട് ടൈം കൂട്ടുക. 4 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 5. നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നറിയോ? 6.8 എന്ന് കിട്ടും. 6.8 ആണ് ഈ ആവറേജ് ടേൺ അറൗണ്ട് ടൈം. ആവറേജ് വെയിറ്റിംഗ് ടൈമോ? ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു ഈ ഇതെല്ലാം കൂടെ കൂട്ടുക. 0 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 6 ഡിവൈഡഡ് ബൈ മൊത്തം 5 പ്രോസസ്സ് അല്ലേ? 3.8 എന്ന് കിട്ടും. 3. ക്ലിയർ ആണോ? സംഭവം ക്ലിയർ ആണോ? യെസ്. ചെയ്യേണ്ട രീതി ക്ലിയർ ആണോ? ഒരു ഇങ്ങനത്തെ ഒരു ഏത് അൽഗോരിതം കിട്ടിയാലും, ഇതിപ്പോ FCFS മാത്രമൊന്നുമല്ല, അൽഗോരിതത്തിനനുസരിച്ച് ചാർട്ട് ഉണ്ടാക്കുന്നത് മാറും. ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ കംപ്ലീഷൻ ടൈം എഴുതി കഴിഞ്ഞാൽ ബാക്കി എല്ലാ അൽഗോരിതത്തിനും സെയിമാ. ടേൺ അറൗണ്ട് ടൈം എന്താ, എങ്ങനെ കണ്ടുപിടിക്കും? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. വെയിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ എത്ര പ്രോസസ് ആണോ ആ ഡിവൈഡ് ബൈ 5 ആണെങ്കിൽ 5 ചെയ്ത ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും കിട്ടും. ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ, അടുത്തൊരു അൽഗോരിതം തരട്ടെ. തന്നെ ചെയ്യോ? തന്നെ ചെയ്തിട്ട് ആൻസർ പറയുമോ? യെസ്. FCFS മനസ്സിലായില്ലേ? ഇങ്ങനെ തന്നെയാണ് ഇനി അങ്ങ് അടുത്തതും ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഒരെണ്ണം തരാം, നിങ്ങളത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, SJF എന്ന് പറയും. SJF. ഓക്കെ. ക്രൈറ്റീരിയ ബേസ്റ്റ് ടൈം ആൻഡ് മോഡ് നോൺ പ്രീഎംപ്റ്റീവ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവര് തരുന്നത് എന്തൊക്കെയാണെന്നറിയോ? പ്രോസസ് ID തരും, അറൈവൽ ടൈം തരും, ബേസ്റ്റ് ടൈം തരും. ഓക്കെ. അതിന്റെ വാല്യൂസ് ഒക്കെ ഞാനിവിടെ എഴുതാം. പ്രോസസ് ID 1 2 3 4 5. അറൈവൽ ടൈം again 1 2 3 4 5. ബേസ്റ്റ് ടൈം 7. ബേസ്റ്റ് ടൈം 7 5 1 2 8. ഓക്കെ ആണല്ലോ? നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കംപ്ലീഷൻ ടൈം മാത്രം കണ്ടുപിടിച്ച് തരിക. നിങ്ങളുടെ ഈ കംപ്ലീഷൻ ടൈം ഇതെത്രയാ, 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 ഇത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ചാറ്റ് ബോക്സിൽ സ്പേസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് ടൈപ്പ് ചെയ്തു നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഇതാണ് ചാർട്ട്. ചാർട്ടിൽ നമ്മൾ ചെയ്യേണ്ട പോലെയൊക്കെ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്ന സ്ഥലങ്ങൾ ഇപ്പം 10, ഇത് 10 ആണെങ്കിൽ 10 സ്പേസ് 15 സ്പേസ് 17 സ്പേസ് 19 സ്പേസ് 20 അങ്ങനെ അതുകൊണ്ട് ഒരു ടൈപ്പ് ചെയ്തിട്ട് ആൻസർ തരാം. 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. ചാർട്ട് വരച്ചിട്ട് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നത് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. 2 മിനിറ്റ് ഞാൻ സമയം തരും കേട്ടോ. ഫാസ്റ്റായിട്ട് ചെയ്യണേ. പേപ്പറും പേന എടുത്ത് വെറുതെ ഇരിക്കരുത്. വെറുതെ എഴുതേണ്ട ഒരു പ്രയോജനമില്ല കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരും, എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന 100% എനിക്ക് ഉറപ്പാണ്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റും റൗണ്ട് റോബിനുമാണ് അവരുടെ വീക്ക്നെസ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം റൗണ്ട് റോബിനും പഠിപ്പിക്കാം. ഫാസ്റ്റായിട്ട് ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ.
ഇവിടെ നിങ്ങൾ പ്രോസസ് ഐ ഡി P1 ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് ആണ്, ബേസ്റ്റ് ടൈം ആണ് ക്രൈറ്റീരിയ അല്ലേ? സോറി ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്, ബേസ്റ്റ് ടൈം ആണ് ക്രൈറ്റീരിയ, മോഡ് നോൺ പ്രീ എം ടി ആണ്. നോൺ പ്രീ എം ടി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കയറി കഴിഞ്ഞാൽ തീർക്കാതെ ഇറങ്ങത്തില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും 0 നിന്നാണ് തുടങ്ങുന്നത്. 0th ടൈം യൂണിറ്റിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? 0th ടൈം യൂണിറ്റിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. എപ്പോഴാണ് വന്നേക്കുന്നത്? ഫസ്റ്റ് ടൈം യൂണിറ്റിലാണ് വന്നേക്കുന്നത്. അപ്പൊ 0 മുതൽ 1 വരെ ബ്ലാങ്ക് ആണ് CPU യൂട്ടിലൈസ് ചെയ്യുന്നേ ഇല്ല 1 വരെ. ക്ലിയർ ആണല്ലോ? നേരത്തെ കഴിഞ്ഞ പ്രോബ്ലം നോക്കിക്കേ, 0th അറൈവൽ ടൈമിൽ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ P1 എടുത്തത്. ഇതിപ്പം അറൈവൽ ടൈം ആദ്യത്തെ പ്രോസസ്സ് വരുന്നത് 1ാമത്തെ ടൈം യൂണിറ്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു യൂണിറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? ഇനി 1ാമത്തെ ടൈം യൂണിറ്റിൽ ആര് വരുന്നു? പ്രോസസ് P1 വരുന്നു. ബേസ്റ്റ് ടൈം എത്രയാ? ബേസ്റ്റ് ടൈം 7 ആണ്. സോ P1 7 എടുക്കണേ, 1 + 7 8 അല്ലേ? 8. സോ P1 ഇവിടുന്ന് ഇവിടം വരെ ചെയ്യും. ഇത് കഴിഞ്ഞു. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 8 മണിയായി അല്ലേ? 8 എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും എത്തിയെന്നല്ലേ അർത്ഥം. ഇതിന്റെ ഇടയ്ക്ക് 2ാമത്തെ ടൈം യൂണിറ്റിൽ P2 വന്നു, 3ാമത്തെ ടൈം യൂണിറ്റിൽ P3 വന്നു, 4ാമത്തെ ടൈം യൂണിറ്റിൽ P4 വന്നു, 5ാമത്തെ ടൈം യൂണിറ്റിൽ P5 വന്നു. അതായത് 1 കഴിഞ്ഞു, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇവരെല്ലാരും എത്തിയിട്ടുണ്ട്. ഓക്കെ, അക്കൂട്ടത്തിൽ ഇനി ആർക്ക് CPU കൊടുക്കണം? ആദ്യം ആരാണ് വന്നത്? P2 ആണ് വന്നത്. അവൻ എത്ര സമയം വേണം? അവന് 5 അല്ലേ? സോറി, ഇതിപ്പോ FCFS അല്ലല്ലോ. ഓക്കെ, ഫൈൻ, നോക്കിക്കോളൂ. നമ്മളിപ്പോ ചെയ്യുന്നത് എന്താ? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ് അല്ലേ? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണെങ്കിൽ ഏതായാലും ആദ്യം വന്ന ആള് നമ്മൾ കയറ്റി വിട്ടു. ഇനി അതിന്റെ ഇടയ്ക്ക് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവൻ കഴിഞ്ഞു. ഇനി ഇവര് 4 പേര് എത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ജോലി ആരുടെ? ചെറിയ ബേസ്റ്റ് ടൈം ആരുടെയാ? 5, 1, 2, 8. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈം ആരുടെയാ? P3 ആണ്. P3ക്ക് കൊടുക്കാം. P3 എത്ര? ഒരു ടൈം യൂണിറ്റ് അല്ലേ? സോ 9 ആവും. ഇത് P3 കഴിഞ്ഞു. ഇനി ആരുടെ കൂട്ടത്തിൽ ഏറ്റവും ടിക്ക് ഉള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്? P4 ആണ് അല്ലേ? P4ന് എത്ര ടൈം യൂണിറ്റ് വേണം? 2 എണ്ണം. സോ P4 2 ടൈം യൂണിറ്റ്. ഓക്കെ, അപ്പൊ P4 കഴിഞ്ഞു. ഇനി ആരാ? 5ഉം 8ഉം ആരാണ്? P2ന് 5, 11, 5, 16 അല്ലേ? P2 കഴിഞ്ഞു. ഇനി ഒരാളും കൂടെ മാത്രം ബാക്കിയുള്ളൂ. അവന് 8 ടൈം യൂണിറ്റ് വേണം അല്ലേ? 8 ടൈം യൂണിറ്റ്. സോ 16, 8, 16 + 8 അല്ലേ? അപ്പൊ 24. ഇതാണ് അതിന്റെ ചാർട്ട്. ഓക്കെ ആണല്ലോ? ഈ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം സിമ്പിളായി. P1ന്റെ ഫിനിഷിംഗ് ടൈം എത്ര? P1ന്റെ ഫിനിഷിംഗ് ടൈം 8 അല്ലേ? 8 കംപ്ലീഷൻ ടൈം ആണേ. കംപ്ലീഷൻ ടൈം 8. P3യുടെ കംപ്ലീഷൻ ടൈമോ 9. P4ന്റെ കംപ്ലീഷൻ ടൈം 11. P3യുടെ കംപ്ലീഷൻ ടൈം 9. P1ന്റെ 8, P2ന്റെ 16 അല്ലേ? 16. P3യുടെ 9, P4ന്റെ 11, P5ന്റെ 24. ശരിയല്ലേ? 8, 16, 9, 11, 24. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ അവർ ചോദിക്കുന്നത് എന്തായിരിക്കും? ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമുമാണ്. അതിന്റെ ആവറേജ് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? ടേൺ അറൗണ്ട് ടൈമിന്റെ ഫോർമുല എന്താ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. വെയിറ്റിംഗ് ടൈമിന്റെ ഫോർമുല എന്താ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ടേൺ അറൗണ്ട് ടൈം, ഓരോ പ്രോസസ്സിന്റെയും ടേൺ അറൗണ്ട് ടൈം പറഞ്ഞ് കംപ്ലീഷൻ ടൈം 8 - 1 7 അല്ലേ? 16 - 2 14, 9 - 3 6, 11 - 4 11 - 4 എത്രയാ? 7 അല്ലേ? 7. 24 - 5 19. അത് ടേൺ അറൗണ്ട് ടൈം. വെയിറ്റിംഗ് ടൈമോ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം അല്ലേ? 7 - 7 0. 14 - 5 9. 6 - 1 5. 7 - 2 5. 19 - 8 11. ഇതാണ് വെയിറ്റ്. ഓരോ ഇൻഡിവിജ്വൽ പ്രോസസ്സിന്റെയും ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും. ഇനി ഇവരുടെ ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 5. 7 + 14 + 6 + 7 + 19 ഡിവൈഡ് ബൈ 5 10.6 വരും. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട്
ഡിവൈഡ് ബൈ 5 ചെയ്താൽ 6 വരും. ഓക്കെ, ഇതാണ് അവർ ചോദിക്കാൻ പോകുന്നത്. ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഓഫ് ദിസ് സിനാരിയോ അല്ലെങ്കിൽ ആവറേജ് വെയിറ്റിംഗ് ടൈം. ക്ലിയർ ആണെങ്കിൽ രസം അടിച്ച്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഒരെണ്ണം നിങ്ങൾ തന്നെ ചെയ്യത്തെ. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് കേട്ടോ. ഷോർട്ടസ്റ്റ് ഇത് ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ളത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റും റൗണ്ട് റോബിനുമാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ചെയ്തോ. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഇതിനെ SRTF എന്ന് പറയും. SRTF, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ക്രൈറ്റീരിയ burst time and mode preemptive. ഓക്കെ, ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. പ്രോസസ് ID തന്നിട്ടുണ്ടാവും, അറൈവൽ ടൈം തന്നിട്ടുണ്ടാവും, ബേഴ്സ്റ്റ് ടൈം തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് പ്രോസസ് ID P1, P2, P3, P4, P5, P6. അറൈവൽ ടൈം 0, 1, 2, 3, 4, 5. ബേഴ്സ്റ്റ് ടൈം 7, 5, 3, 1, 2, 1. ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. കംപ്ലീഷൻ ടൈം എത്രയാണെന്ന് പറഞ്ഞേ. കംപ്ലീഷൻ ടൈം എല്ലാത്തിൻ്റെയും, അതായത് ആ ചാർട്ട് ഫിനിഷ് ചെയ്തിട്ട് കംപ്ലീഷൻ ടൈം ഒന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് ചെയ്യും. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഇത് പ്രീഎംറ്റീവ് ആണ്. അതായത് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകാൻ പറ്റും. നമ്മളിപ്പോൾ 5 ടൈം യൂണിറ്റ്, എൻ്റെ ടൈം യൂണിറ്റ് 5 ആണെങ്കിൽ അടുത്ത ടൈം യൂണിറ്റിൽ ഞാൻ 4 ആവും. ഞാൻ ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തല്ലോ. ആ സമയത്ത് എന്നെക്കാളും ചെറിയ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് പ്രയോറിറ്റി കിട്ടും. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കംപ്ലീഷൻ ടൈം എങ്ങനെ വരും? ഓർമ്മയുണ്ടോ നോക്കട്ടെ. എങ്ങനെ വരും? നിങ്ങളിത് കണ്ടിരുന്നു കഴിഞ്ഞാൽ സാധനം പഠിക്കില്ല കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് തെറ്റിക്കുമ്പോൾ മാത്രമേ ഇത് പഠിക്കൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ അൽഗോരിതംസ് എല്ലാം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, എസ്പെഷ്യലി ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, റൗണ്ട് റോബിൻ, ഇതൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയാൽ മാത്രമേ എക്സാമിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എത്ര ബുദ്ധിമാനാന്ന് പറഞ്ഞാലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ ഒന്ന് ചെയ്യാം, ഇനി സമയം കളയണ്ട. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം പാരലലി. സീറോത്ത് ടൈം യൂണിറ്റിൽ ആരെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടോ? ഇവരൊന്നും ഇല്ലല്ലോ. ഇവരാരും ഇല്ലല്ലോ. സീറോത്ത് ടൈം യൂണിറ്റിൽ ആരുമില്ല. ഇവരാരും ഇല്ല അല്ലേ? ഇവരാരും ഇല്ല. ഓക്കെ, അപ്പൊ പിന്നെ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു ടൈം യൂണിറ്റ് ഹാപ്പി ആയിട്ട് ഇവനോട് എത്തി. ഓക്കെ, P1 ഇവിടം വരെ എത്തി, ഒരു ടൈം യൂണിറ്റ്. ആ സമയം എത്തിയപ്പം എന്ത് സംഭവിച്ചു? അടുത്ത P2 എത്തിയില്ലേ? P2 എത്തി. പക്ഷേ ഇവൻ ഓൾറെഡി ഒരു ടൈം യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കി ഇനി എത്ര ഉണ്ട്? ഇനി 6 ടൈം യൂണിറ്റ്. റിമൈനിങ് ടൈം എത്രയാ? 6 ടൈം യൂണിറ്റും കൂടെ ഇനി ബാക്കിയുണ്ട്. ഇപ്പം 1 മണിയായി. 1 മണിയായപ്പോൾ ഇവൻ P2 എത്തിയിട്ടുണ്ട്, P1 ഉണ്ട്, P2 ഉണ്ട്. P2 എത്തിയിട്ടുണ്ട്. അവന്റെ ബേഴ്സ് ടൈം എത്രയാ? 5. ഈ കൂട്ടത്തിൽ ആർക്ക് ഇനി CPU കിട്ടും? P1 കിട്ടുമോ, P2 കിട്ടുമോ? ബാക്കി ആരും വന്നിട്ടില്ല. ഇവർ വെട്ടിയിട്ടേക്കുന്നവരാരും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ P1 കിട്ടുമോ, P2 കിട്ടുമോ? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആണ്. അതായത് 7 കുറഞ്ഞ 6 ആയി ഇവന്റെ 5ഉം 6ഉം ചെറുതേതാ? ഫസ്റ്റ് ടൈമിൽ ചെറുതേതാ? P2 ആണ് അല്ലേ? അപ്പൊ P2 കിട്ടത്തുള്ളൂ അല്ലേ? P2 കിട്ടിയെന്ന് വിചാരിക്കുക. P2 ഒരു ടൈം യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. 2 ആയി. P2 ഒരു ടൈം യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ടൈം യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എന്താവും? കുറഞ്ഞ് 4 ടൈം യൂണിറ്റ് ആവും. റിമൈനിങ് ബേഴ്സ് ടൈം എത്രയായി? 4 ആയി. അത് നിങ്ങൾ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. 5 മാറി 4 ആയി. ഓക്കെ, ഇനി 2 മണിയായപ്പം ഒരാളും കൂടെ പിക്ചറിൽ എത്തിയില്ലേ? അറൈവൽ ടൈം 2 ഒരാളും കൂടെ എത്തിയില്ലേ? എത്തി. അപ്പൊ ഇവർ 3 പേരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആരുടെയാ?
6 ആണോ 4 ആണോ 3 ആണോ? 3 ആണ് അല്ലേ? അപ്പൊ P3ക്ക് ചാൻസ് കിട്ടും. ഓക്കെ, P3ക്ക് ചാൻസ് കിട്ടും. P3ക്ക് ചാൻസ് കിട്ടി. P3ക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ P3 ഒരു ടൈം യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ എത്രയായത്? ഇത് 2 ആയി. ഇപ്പൊ സമയം എത്രയായി? ഇവിടെ ചാർട്ടിൽ സമയം എത്രയായി? 3 മണിയായി. 3 മണിയായപ്പോൾ ഒരാളും കൂടെ എത്തത്തില്ലേ? ഒരാളും കൂടെ എത്തി. അറൈവൽ ടൈം 3ൽ ഒരാളും കൂടെ എത്തിയില്ലേ? P4 കൂടെ എത്തി. ഇപ്പൊ നോക്ക്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം. ഇനി ആരാ പോകണ്ടേ? 6, 4, 2, 1. ഇത് ആരുടെ റിമൈനിങ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം? ഫസ്റ്റ് റിമൈനിങ് ടൈം ഇവനല്ലേ? P4ന്റെ അല്ലേ? സോ P4ന് ഒരു ടൈം യൂണിറ്റ് കൊടുക്കും. P4ന് ഒരു ടൈം യൂണിറ്റ് കൊടുക്കും. ഓക്കെ, ഇപ്പൊ P4 തീർന്നു. P4 തീർന്നാൽ പിന്നെ അവന്റെ ശല്യം ഇല്ല. അവനെ ഞാൻ വെട്ടിയിട്ടേക്കും അവിടെ. P4 ഇനി കോമ്പറ്റീഷന് വരത്തില്ല. P4 തീർന്നു പോയി. ഓക്കെ, ഇപ്പൊ സമയം എത്രയായി? P4 ഇപ്പൊ സമയം എത്രയായി? 4 മണി. 4 മണിയായപ്പോ ഇവനും കൂടെ എത്തിയില്ലേ? P5 കൂടെ എത്തിയില്ലേ? കണ്ടോ? P5 എത്തി. ഇക്കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരുടെയാ? ഇവനെ നമ്മൾ നോക്കണ്ട. ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈം ആരുടെയാണ്? 4, 6, 4, 2, 2. നോക്ക്, 2, 2. കണ്ടോ? കോമ്പറ്റീഷൻ ആയില്ലേ? നോക്കിവിടെ, റിമൈനിങ് P3ക്കും P5ക്കും സെയിം അല്ലേ? രണ്ടുപേരുടെയും ചെറിയ ബേസ്റ്റ് ടൈം അല്ലേ? ഏറ്റവും ചെറുത് തന്നെയല്ലേ? അപ്പൊ രണ്ടുപേരും തമ്മിൽ ടൈ ആയില്ലേ? രണ്ടുപേരും തമ്മിൽ ടൈ ആയി എന്ത് ചെയ്യും? P3യും P5ഉം ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ആണ്. P3 പോവോ P5 പോവോ? കോമ്പറ്റീഷൻ ആയി. ടൈ ആയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്ന പോളിസി എന്ന് പറയുന്നത്, ആ കൂട്ടത്തിൽ ആദ്യം വന്നത് ആരാണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുക. സോ അറൈവൽ ടൈം വെച്ചിട്ടാണ് പിന്നെ അവരെ ബ്രേക്ക് ചെയ്യുക, ടൈ ബ്രേക്ക് ചെയ്യുക. ഒരുപാട് പ്രോസസ്സുകൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെഡ്യൂളിംഗ് അൽഗോരിതം വെച്ച് ബ്രേക്ക് ചെയ്യും. ഷെഡ്യൂളിംഗ് അൽഗോരിതം അതിന്റെ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ ടൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അറൈവൽ ടൈം വെച്ച് ബ്രേക്ക് ചെയ്യും. അറൈവൽ ടൈം സെയിം ആണെങ്കിലോ? അറൈവൽ ടൈം സെയിം ആണെങ്കിൽ പ്രോസസ് ഐ ഡി വെച്ച് ബ്രേക്ക് ചെയ്യും. പ്രോസസ് ഐ ഡി എന്തായാലും യുണീക്ക് ആണല്ലോ. പ്രോസസ് ഐ ഡി വെച്ച് ബ്രേക്ക് ചെയ്യും. സോ ഈ കൂട്ടത്തിൽ ആർക്ക് ചാൻസ് കിട്ടും? P3ക്ക് കിട്ടുമോ? P5ക്ക് കിട്ടുമോ? P3ക്ക് കിട്ടും അല്ലേ? P3 ഒരു ടൈം യൂണിറ്റ് ചെയ്യും. P3 ഒരു ടൈം യൂണിറ്റ് ചെയ്യും. അപ്പൊ P3യുടെ വാല്യൂ എന്തായി? 2 മാറി, ഒരെണ്ണം ചെയ്തു, ഇപ്പം 1 ആയി അല്ലേ? 1 ആയി. ഇപ്പൊ സമയം എത്രയായി? ചാർട്ടിൽ 5 മണിയായി. 5 മണിയായപ്പോ ഇവനും എത്തിയില്ലേ? P6 എത്തിയില്ലേ? P4 കഴിഞ്ഞു. P5ഉം P6 എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആർക്ക് ഇനി ചാൻസ് കൊടുക്കും? 6, 4, 1, 2, 1. ഉണ്ടോ? ഏറ്റവും ചെറുത് 1 അല്ലേ? 1 2 പേർക്കില്ലേ? ഉണ്ടോ? P3ക്കും ഉണ്ട്, P6നും ഉണ്ട് അല്ലേ? അപ്പൊ ആർക്ക് ചാൻസ് കൊടുക്കണം? ടൈ ആയി ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാ? അറൈവൽ ടൈം വെച്ച് ബ്രേക്ക് ചെയ്യണം. ആരാണ് ആദ്യം വന്നത്? P3 ആണോ P6 ആണോ? P3 അല്ലേ? സോ ഇവിടെ അറൈവൽ ടൈം 2 അല്ലേ? സോ P3 ഒന്നുകൂടെ കൊടുക്കും. P3ക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാം. P3 എന്തായി? P3 0 ആയി. P3 0 ആയി കഴിഞ്ഞാൽ അവനെ കട്ട് ചെയ്ത് കളയാം. കാരണം പിന്നെ അവൻ കോമ്പറ്റീഷൻ വരത്തില്ല. P3 0 ആയി. ഓക്കെ, ഇനി ഇപ്പൊ സമയം 6 മണി. എല്ലാവരും എത്തി. ഒരിക്കൽ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം എന്തായി മാറും? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതം ഷോർട്ടസ്റ്റ് ഓഫ് ഫസ്റ്റ് ആയി മാറും. കാരണം എന്താ? ചെറിയ ഇനിയിപ്പോ എല്ലാവരും ചെറുത് എക്സിക്യൂട്ട് ചെയ്താൽ ചെറുത് എപ്പോഴും വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കത്തില്ല ഉള്ളൂ. ഇനി ആരും ഇടയിൽ അതിനേക്കാളും ചെറുത് വരാനില്ലല്ലോ. അപ്പോൾ ചെറുത് എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്നില്ല ഉള്ളൂ. അപ്പൊ പിന്നെ അത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആയി മാറി. ഇനിയിപ്പോ ടെൻഷൻ ഇല്ല. ഇവിടെ എല്ലാവരും എത്തുന്നവരെയാണ് നമുക്ക് ഈ അൽഗോരിതത്തിൽ ടെൻഷൻ ഉള്ളത്. ഓക്കെ, ഇപ്പൊ എല്ലാവരും എത്തി. ഈ 6 മണിയായപ്പോ എല്ലാവരും എത്തി. ഇനിയിപ്പോ നമുക്ക് ടെൻഷൻ ഇല്ല. ഏറ്റവും ചെറിയ ആരാണ്? P1, P2, P5, P6. അപ്പൊ ഈ കൂട്ടത്തില് ഏറ്റവും ചെറുത് P6ന്റെ അല്ലേ? ബേസ്റ്റ് ടൈം 1 അല്ലേ? P6 അങ്ങ് ആദ്യം ചെയ്യാം. ഒരു മിനിറ്റ്. P6 കഴിഞ്ഞു. P6 കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവനെ കട്ട് ചെയ്ത് കളയുന്നു. ഇനി ആരാ ഏറ്റവും ചെറുത്? 6, 4, 2. ഇനി P5 അല്ലേ? സോ 7ഉം 2 ടൈം ഉണ്ടല്ലേ? 2ഉം 9. സോ P5ഉം തീർന്നു അല്ലേ? P5ഉം തീർന്നു. ഇനി ആരാ ഉള്ളത്? 6ഉം 4ഉം. 6, 4 ഏറ്റവും ചെറുതാരാ? P2. 9ഉം 4ഉം. 9ഉം 4ഉം എത്രയാ? 13. P2 ഇത് 0 ആയി. ഇനി ഇവിടെ P1 6 അല്ലെ? 13ഉം 6ഉം 19. 13ഉം 6ഉം 19. അപ്പം P1 അതും 0 ആയി. ഓക്കെ ആണല്ലോ? ഒരിക്കൽ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഷോർട്ടസ്റ്റ് ജോബ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കംപ്ലീഷൻ ടൈം എങ്ങനെ വരും? കംപ്ലീഷൻ ടൈം
ഇവിടുന്ന് വലത്തുനിന്ന് ഇടത്തേക്ക് സ്കാൻ ചെയ്യുക. നോക്ക്, എനിക്ക് P1ന്റെ കംപ്ലീഷൻ ടൈം വേണം. P1 വലത്തുനിന്ന് ഇടത്തേക്ക് 19. വലത്തുനിന്ന് ആദ്യം കാണുന്ന P1ന്റെ വലതുവശത്തുള്ള നമ്പർ ആയിരിക്കും കംപ്ലീഷൻ ടൈം കേട്ടോ. P1ന്റെ കംപ്ലീഷൻ ടൈം 19 ആണ്. P2ന്റെ കംപ്ലീഷൻ ടൈം 13 ആണ്. P3യുടെ കംപ്ലീഷൻ ടൈം പലതുണ്ട്. ഇവിടെ ഇടത്തുനിന്നൊക്കെ തെറ്റിപ്പോകും, വലതുനിന്ന് എടുക്കണം കേട്ടോ. ഇവിടെ ഒരു P3 ഉണ്ടോ, ഇവിടെ ഒരു P3, ഇവിടെ 6 അല്ലേ, 6. P4ന്റെ കംപ്ലീഷൻ ടൈം 4 അല്ലേ, 4. P5ന്റെ കംപ്ലീഷൻ ടൈം 9. P6ന്റെ കംപ്ലീഷൻ ടൈം 7 അല്ലേ. ഇത്രയല്ലേ ഉള്ളൂ. ഒരിക്കലും കംപ്ലീഷൻ ടൈം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം. ടേൺ അറൗണ്ട് ടൈമിന്റെ ഫോർമുല എന്താ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. വെയിറ്റിംഗ് ടൈമിന്റെ ഫോർമുല എന്താ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ ആൻസർ പറഞ്ഞേ. ഇതൊക്കെ എന്ത് വരും? കംപ്ലീഷൻ ടൈം 19. 19 മൈനസ് 0 19 തന്നെ വരും അല്ലേ. 13 മൈനസ് 1 എന്ത് വരും? 12. 6 മൈനസ് 2 4. 4 മൈനസ് 3 1 അല്ലേ. 9 മൈനസ് 4 5. 7 മൈനസ് 5 2. വെയിറ്റിംഗ് ടൈമോ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം അല്ലേ. 19 മൈനസ് 7 12. 12 മൈനസ് 5 7. 4 മൈനസ് 3 1. 1 മൈനസ് 1 0. 5 മൈനസ് 2 3. 2 മൈനസ് 1 അല്ലേ. ആവറേജ് എത്ര വരും? ആവറേജ് കണ്ടുപിടിച്ച ആവറേജ് ടേൺ അറൗണ്ട് ടൈം 7.17 വരും. ആവറേജ് വെയിറ്റിംഗ് ടൈം 4 വരും. ക്ലിയർ ആണെങ്കിൽ ഒരു എസ് അടിച്ചേ. ഇതെന്തായാലും ചോദിക്കും കേട്ടോ. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം, റൗണ്ട് റോബിൻ ഒക്കെയാണ് ഹൈ പ്രയോറിറ്റി. 90% സാധ്യത അതായിരിക്കും കേട്ടോ. ഈ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം മാക്സിമം കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എവിടെയെങ്കിലും? ക്ലിയർ ആണെങ്കിൽ ഒരു എസ് അടിച്ചോ, വൈ അടിച്ചോളൂ, ഇല്ലെങ്കിൽ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ, എന്തുവേണമെങ്കിലും ചോദിച്ചോ. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു അൽഗോരിതം കൂടെ പഠിപ്പിക്കുക. 8 മണി വരെ സമയമുള്ളൂ. ഒരു 15 മിനിറ്റ് കൂടെ എനിക്ക് ഇരിക്കാമല്ലോ അല്ലേ. റൗണ്ട് റോബിൻ ചോദിക്കും ഇപ്രാവശ്യം കേട്ടോ. അപ്പോൾ എനിക്കത് വിടാൻ വയ്യ. എന്തായാലും ഞാൻ പഠിപ്പിച്ചാൽ ഒന്ന് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരെണ്ണം പഠിപ്പിക്കാം. ഓക്കെ അല്ലേ? 15 മിനിറ്റ്സ് കൂടി ഇരിക്കാവോ? റൗണ്ട് റോബിൻ കൂടെ പഠിപ്പിക്കാം. എന്താ പറയുന്നു? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് റൗണ്ട് റോബിൻ അൽഗോരിതം. റൗണ്ട് റോബിൻ കമ്പൽസറി ക്വസ്റ്റ്യനാ. റൗണ്ട് റോബിൻ അൽഗോരിതം. ഓക്കെ, റൗണ്ട് റോബിൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് തരും. ആ പീരീഡിൽ നിങ്ങളുടെ CPU ബേസ്റ്റ് ടൈം ആ പീരീഡിനേക്കാളും കുറവാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല, അത് തീർക്കും പോകും. ആ പീരീഡിനേക്കാളും കൂടുതലാണ് നിങ്ങളുടെ CPU ബേസ്റ്റ് ടൈം എങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ പുറത്തിറങ്ങി പോകണം, പ്രീഎംപ്റ്റ് ചെയ്യണം, അടുത്ത ആൾക്ക് ആ ചാൻസ് കൊടുക്കും. അപ്പോൾ ആ ടൈം, അത് നമ്മൾ ആ ടൈം പീരീഡ് ടൈം ക്വാണ്ടം എന്ന് പറയാം, ടൈം ക്വാണ്ടം. ഓക്കെ, അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ ടൈം ക്വാണ്ടം ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇവന്മാര് ഈ പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യാനായിട്ട് ടൈം ക്വാണ്ടം ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞേക്കുക. ഓക്കെ, 2 യൂണിറ്റ് ടൈം. ഓക്കെ, ഇനി ക്രൈറ്റീരിയ, ഈ അൽഗോരിതത്തിന്റെ ക്രൈറ്റീരിയ ടൈം ക്വാണ്ടം ആണ്. ടൈം ക്വാണ്ടം TQ. മോഡ് ഇത് പ്രീഎംറ്റീവ് അൽഗോരിതം ആണ് കേട്ടോ, പ്രീഎംറ്റീവ് ആണ്. മോഡ് പ്രീഎംറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ തരാം, നോക്കിക്കോളൂ. പ്രോസസ് ID, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം. പ്രോസസ് ID P1, അറൈവൽ ടൈം 0, ബേസ്റ്റ് ടൈം 4. P1, P2, P3, P4, P5, P6. Arrival time 0, 1, 2, 3, 4, 6. Burst time 4,
5 2 1 6 3. ഓക്കെ ആണല്ലോ. ഒന്ന് ചെയ്തിട്ട് കംപ്ലീഷൻ ടൈം ഒന്ന് പറയാമോ നിങ്ങൾ? കംപ്ലീഷൻ ടൈം കണ്ടുപിടിച്ച് ഈ ചാർട്ട് ഒന്ന് വരച്ച് ഫില്ല് ചെയ്ത് കംപ്ലീഷൻ ടൈം കിട്ടും. കംപ്ലീഷൻ ടൈം മാത്രം ഒന്ന് കണ്ടുപിടിച്ചേ നോക്കട്ടെ. ഒന്ന് ചെയ്തേ, ധൈര്യമായിട്ട് ചെയ്ത് തെറ്റിക്കോട്ടെ, സാരമില്ല, തെറ്റിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. തെറ്റുമ്പോഴാണ് നമ്മൾ ശരിയായിട്ട് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക. ഒന്ന് ചെയ്തിട്ട് അതിന്റെ കംപ്ലീഷൻ ടൈം മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഫാസ്റ്റായിട്ട് ചെയ്യണേ, 2 മിനിറ്റ് സമയം എടുത്തോളൂ. കംപ്ലീഷൻ ടൈം മാത്രം ഒന്ന് ടൈപ്പ് ചെയ്തേ. കംപ്ലീഷൻ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെയിം ആണ്. ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈം കാൽക്കുലേഷനൊക്കെ എല്ലാ അൽഗോരിതത്തിനും സെയിം ആണ്. കംപ്ലീഷൻ ടൈം കിട്ടുന്നത് എവിടെ നിന്നാണ്? ചാർട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ചാർട്ടാണ് ഹീറോ. ചാർട്ട് കറക്റ്റായിട്ട് റെഡിയാക്കിയാൽ പിന്നെ ബാക്കിയെല്ലാം സിമ്പിളായി. 18 എഴുതിയേക്കുന്ന അറൈവൽ ടൈം ആണ്, BT ബേസ്റ്റ് ടൈം ആണ്. അതിന്റെ ഷോർട്ട് ഫോം എഴുതിയേക്കുന്നത് പ്രോസസ് ID, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം. PT എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാലും മതി കേട്ടോ. കംപ്ലീഷൻ ടൈം P1 എന്താണ്, P2 എത്രയാണ്, P3 എത്രയാണ്, P4 എത്രയാണ്, P5 എത്രയാണ്, P6 കംപ്ലീഷൻ ടൈം. അങ്ങനെ 6 നമ്പർ പറഞ്ഞാലും മതി. 13, 19, ആൻഡ്രോസ് പറയുന്നു 13, 19, 6, 7, 17, 18. ഓക്കെ, വേറെ ആൻസർ ഉണ്ടോ? നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ അടിക്കുമ്പോൾ അപ്പത്തിന് എനിക്ക് കാണാൻ പറ്റും. വേറെ ആൻസർ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും വേറെ വെറൈറ്റി ആൻസർ? ഓക്കെ, ഫൈൻ. ഇനി നിങ്ങളെല്ലാവരും പേനയൊക്കെ താഴെ വെച്ചിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ കഥ ഓർത്തിരിക്കുകയും വേണം. ഈ ക്വസ്റ്റ്യൻ ചോദിക്കും 2 അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ തെറ്റിക്കുകയും ചെയ്യും. കാരണം നിങ്ങളിപ്പം വിചാരിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. ആ ഒരു കറക്റ്റായിട്ടൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്ന കഥ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നിങ്ങളിതിനെ ഈ റൗണ്ട് റോബ് അൽഗോരിതത്തിന് ഒരു മറ്റേ സലൂണില്ലേ, ഹെയർ കട്ടിങ് സലൂൺ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഹെയർ കട്ടിങ് സലൂണിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാർബർ ഷോപ്പ് എന്ന് വിളിക്കാം. ബാർബർ ഷോപ്പിൽ ആര് വന്നാലും അവർ ആ ബാർബർ ഷോപ്പിൽ കുറെ ചെയർ ഇട്ടിട്ടുണ്ട്. ആ ചെയറിലിരിക്കണം. ചെയറിലിരിക്കാതെ ആരെയും എന്തിലേക്ക് വരുത്തത്തില്ല? മുടി വെട്ടാനായിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരത്തില്ല, അതായത് മെയിൻ കസേരയിലേക്ക് കൊണ്ടുവരത്തില്ല. ഓക്കെ, ചെയറിൽ നിന്ന് മാത്രമേ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ? മുടി വെട്ടാനായിട്ട് ആളെടുക്കത്തുള്ളൂ. ഓക്കെ, അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. അത് ക്യൂ ആണ്. ആദ്യം വരുന്ന ആൾക്കാരാണ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചെയർ. ഞാൻ അതിനെ ക്യൂ എന്ന് വിളിക്കുന്നു. നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ ക്യൂവിന്റെ പ്രിൻസിപ്പിൾ എന്താ? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. അപ്പം നമ്മുടെ 0th ടൈം പീരീഡിൽ ഒരു പ്രോസസ്സ് വന്നു. ഏത് പ്രോസസ് ആണെങ്കിലും ആദ്യം എവിടെ വരണം? കസേര വന്നിരിക്കണം അല്ലെ? പ്രോസസ് P1 ക്യൂ എന്ന് പറയുന്ന കസേരയിൽ ഇരുന്നു. ടൈം 0 ആണ്. വേറെ കോമ്പറ്റീഷൻ ആരെങ്കിലും ഉണ്ടോ? ഇവരാരും വന്നിട്ടില്ല. ഉണ്ടോ? ഇവരാരും വന്നിട്ടില്ല. ഓക്കെ, ഇനി ഈ കസേരയിൽ ഇരിക്കുന്ന P1 നമുക്ക് ഇവനെ മുടി വെട്ടാനായിട്ട് വിളിക്കാമല്ലോ. മുടി വെട്ടാനായിട്ട് കസേരയിൽ ഇരിക്കാത്ത ആരെയും വിളിക്കത്തില്ല. ആര് വന്നാലും കസേരയിൽ ഇരുന്നോണം. ഓക്കെ, ഫൈൻ. P1 നമ്മൾ വിളിക്കുന്നു. P1 എത്ര നേരം സർവീസ് കിട്ടും? എത്ര നേരം നമ്മൾ മുടി വെട്ടും? 2 യൂണിറ്റേ പറ്റത്തുള്ളൂ. അതായത് അവന് നമ്മൾ മേ ബി 2 ടൈം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം യൂണിറ്റ് 5 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 10 മിനിറ്റ് വെട്ടും. ഓക്കെ, 2 യൂണിറ്റ് ടൈം കൊടുക്കും അവന്. ഓക്കെ, 2 യൂണിറ്റ് ടൈം കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇവന്റെ വർക്ക് കഴിഞ്ഞാൽ അവന് വീട്ടിൽ പോവാം. കഴിഞ്ഞില്ലെങ്കിലോ? ബാക്കി വെട്ടണ്ടേ? ബാക്കി വെട്ടണം. അപ്പം നമ്മൾ അവനെ വീട്ടിൽ പറഞ്ഞ് വിടത്തില്ല. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം P1 വന്നു. P1 2 ടൈം യൂണിറ്റ് കൊടുക്കുന്നു. P1 ഓക്കെ, P1. അപ്പൊ നമ്മളെ P1 ബാക്കി എത്ര ഉണ്ട്? ബാക്കിയാണ് നമ്മളിവിടെ കുറച്ച് എഴുതുന്നത് കേട്ടോ. ഇത് എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോവും. 4 - 2 യൂണിറ്റ് കഴിഞ്ഞല്ലോ. ഇനി ബാക്കി അവൻ എത്ര ഉണ്ട്? ഇനി 2 ടൈം യൂണിറ്റും കൂടെ കിട്ടിയാൽ മാത്രമേ അവന്റെ മുടി വെട്ടൽ ഫിനിഷ് ആവത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഈ P1 മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1ാമത്തെ ടൈം യൂണിറ്റും 2ാമത്തെ ടൈം യൂണിറ്റും കടന്നുപോയല്ലോ. കടന്നുപോയി. അന്നേരം ആരെങ്കിലും വന്നായിരുന്നോ? ഒരാൾ വന്നായിരുന്നു. 1ാമത്തെ ടൈം യൂണിറ്റിൽ ഒരാൾ വന്നില്ലേ? വന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം? കസേരയിൽ ഇരുത്തണം. ഓക്കെ, P2 കസേരയിൽ ഇരുത്തണം. ഓക്കെ, ഇനി 2ാമത്തെ ടൈം യൂണിറ്റിൽ ഒരാൾ വന്നായിരുന്നു. ആരാ? P3 കസേരയിൽ ഇരുത്തണം. ഓക്കെ, P1 വന്നു, P2 വന്നു, P3 എല്ലാവരും കസേരയിൽ ഇരുന്നു. P1 നമ്മളെടുത്ത് ഇനി നമ്മുടെ 2ാമത്തെ ടൈം യൂണിറ്റിൽ ആദ്യത്തെ പ്രയോറിറ്റി വരുന്നവരെയൊക്കെ കസേരയിൽ ഇരുത്തിയ ശേഷം ഇനി നിങ്ങൾ നോക്കേണ്ടത് P1 മുടിവെട്ട് കഴിഞ്ഞോ? മുടിവെട്ട് കഴിഞ്ഞാൽ ഈ സംഭവം 0 ആയേനെ. ഇത് 0 ആയിട്ടില്ലല്ലോ.
0 ആയിട്ടില്ല. അപ്പൊ അവന്റെ പണി തീർന്നിട്ടില്ല. അവന്റെ പണി തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. P1നെ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ട് എഴുതണം? അവനെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ച് എന്നിട്ട് ഇവന്റെ ബാക്കിലെ കസേരയെ കൊണ്ടിരുത്തണം. ഓക്കെ, P2ഉം P3യും ഓൾറെഡി ഇതിന്റെ ഇടയിൽ കയറി. ഓക്കെ, P1ന്റെ പണി തീരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? P1നെ ഇവിടെ കൊണ്ട് എഴുതണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ അടിച്ച് വൈകുന്നടിച്ച്. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെ വിളിക്കും നമ്മൾ? ഇനി നിങ്ങൾ ക്യൂ എന്നല്ലാതെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ക്യൂവിന്റെ ഫ്രണ്ട് എന്നല്ലാതെ നിങ്ങൾക്ക് ആർക്കും ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ക്യൂ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. അവൻ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് എന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ആര് വരും? P2 വരും. ഓക്കെ, P2 വരുമ്പം P2ന് എത്ര ടൈം യൂണിറ്റ് കിട്ടും? 2 ടൈം യൂണിറ്റ് കിട്ടും. സോ P2 2 ടൈം യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവന് ബാക്കി എത്ര ഉണ്ട്? 5 - 2 3. ഓക്കെ, ഇപ്പൊ 4 മണിയായി. ഇനി അതിന് മുന്നേ എന്ത് ചെയ്യണം? ഈ 4 മണിയായപ്പോൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? മൂന്നാമത്തെ ടൈം യൂണിറ്റിൽ P4 വന്നു. P4നെ കസേരയിൽ ഇരുത്തണം. 4ാമത്തെ ടൈം യൂണിറ്റിൽ P5 വന്നു. P5നെ കസേരയിൽ ഇരുത്തണം. ഓക്കെ ആണല്ലോ? അങ്ങനെ എല്ലാവരെയും ഇരുത്തിയ ശേഷം ഇനി നമ്മൾ നോക്കുക, P2ന്റെ പണി കഴിഞ്ഞോ? P2ന്റെ പണി കഴിഞ്ഞിട്ടില്ല. അവൻ 0 ആയിട്ടില്ല. ഇനി അവന് ബാക്കി പണിയുണ്ട്. ബാക്കി പണി ഉണ്ടെങ്കിൽ അവനെ വീട്ടിൽ വിടാൻ പാടില്ല. അവനെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി എവിടെ കൊണ്ടുവരണം? P2നെ ഇവിടെ ഇരുത്തണം. പണി കഴിഞ്ഞെങ്കിൽ പുറകിൽ കൊണ്ട് എഴുതണ്ട. പണി കഴിയാത്തത് കൊണ്ട് പുറകിൽ കൊണ്ട് എഴുതണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ P2 കഴിഞ്ഞു. ഇനി ആരാ? P3 വരും. P3ക്ക് 2 ടൈം യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 4ഉം 2ഉം 6 അല്ലെ? 4ഉം 2ഉം 6. സോ P3യുടെ പണി കഴിഞ്ഞു. P3യുടെ ഈ 4 മണി തൊട്ട് 6 മണി വരെയുള്ള സമയത്ത് ആരെങ്കിലും വന്നിരുന്നോ? 4 മണിക്ക് P5 എത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6 മണിയായപ്പോൾ P6 വരുന്നുണ്ട്. ഉണ്ടോ? P6 വരുന്നുണ്ട്. അറൈവൽ ടൈം 6ൽ P6 വരുന്നുണ്ട്. P6നെ കസേരയിൽ ആദ്യം ഇരുത്തണം. എന്നിട്ട് P3യുടെ പണി കഴിഞ്ഞോ എന്ന് നോക്കണം. P3യുടെ പണി കഴിഞ്ഞോ? P3യുടെ പണി കഴിഞ്ഞു. പണി കഴിഞ്ഞാൽ പുറകിൽ കൊണ്ട് എഴുതണ്ട, സിംപിളി കട്ട് ചെയ്ത് കളയുക. പണി കഴിഞ്ഞില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പുറകിൽ കൊണ്ട് എഴുതണം. പണി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയുക. ഓക്കെ ആണല്ലോ? സോ P1, P2, P3. ഇനി P1 വരുന്നു. അടുത്ത ഫ്രണ്ടിൽ P1 ആണുള്ളത്. P1ന് 2 ടൈം യൂണിറ്റ് അല്ലേ? അവൻ 0 ആയി മാറും. സോ P1 6ഉം 2ഉം 8. P1ന്റെ പണി കഴിഞ്ഞോ? P1ന്റെ പണി കഴിഞ്ഞു. കണ്ടോ? 0 ആയില്ലേ? P1 ഇനി എല്ലാവരും വന്നു കേട്ടോ. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കുറവുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വരുന്നവരെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യണം? നമ്മൾ കസേരയിൽ ഇരുത്തിട്ട് വേണം ഈ സർവീസ് കിട്ടുന്ന ആളെ പുറകെ കൊണ്ട് എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ടെൻഷൻ കുറവുണ്ട്. P1ന്റെ പണി കഴിഞ്ഞ സ്ഥിതിക്ക് P1നെ കട്ട് ചെയ്ത് വീട്ടിൽ വിടാമല്ലോ. P1നെ കട്ട് ചെയ്ത് വീട്ടിൽ വിട്ടു. ഇനി P4 വരുന്നു. P4ന് 1 ടൈം യൂണിറ്റ് മതി. ഈവൻ നോക്ക്, ചെറുതായിട്ട് എന്റെ പുരിക ഒന്ന് ത്രെഡ് ചെയ്താൽ മതി. ചെറിയൊരു പണിയുള്ളൂ. ആ പണി നമ്മൾ സാധാരണ കൊടുക്കുന്ന 20 മിനിറ്റാ. ഓക്കെ, 2 ടൈം യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. 10 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവനെ പിടിച്ച് കസേര എടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ അവനെ പിടിച്ച് വീട്ടിൽ വിട്ടൂടെ? മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് P4 വരുന്നു. P4ന് 1 ടൈം യൂണിറ്റ് മതി അല്ലെ? P4ന് 1 ടൈം യൂണിറ്റ് മതി. 8 1 9. P4 ആ 9ാമത്തെ ടൈം യൂണിറ്റിനുള്ളിൽ വേറെ ആരും വരാനൊന്നും ഇല്ലല്ലോ. ഇല്ല. P4 അത് കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് വീട്ടിൽ വിടാം. അവന്റെ പണി കഴിഞ്ഞില്ലേ? പണി കഴിഞ്ഞു. ഇനി ആരാ? P5 വരുന്നു. P5 2 ടൈം യൂണിറ്റ് കൊടുത്താൽ 4 ആവും അല്ലെ? 9ഉം 2ഉം 11. 9ഉം 2ഉം 11. P5 അല്ലേ? P5 ബാക്കി ഇനി 2 കൂടെ ഉണ്ട്. പണി കഴിഞ്ഞില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് വീട്ടിൽ ഇടാൻ പാടില്ല. കട്ട് ചെയ്തിട്ട് പുറകെ കൊണ്ട് എഴുതണം. ഓക്കെ ആണല്ലോ? P5നെ പുറകെ കൊണ്ട് എഴുതുക. ഓക്കെ, ഇനി P2 വരുന്നു. നിങ്ങൾ എടുക്കാനായിട്ട് ക്യൂവിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ എടുത്താൽ മതി. P2 വരുന്നു. P2 3ന്ന് 2 കുറച്ചാൽ പിന്നെ 1 ബാക്കി. സോ 11ഉം 2ഉം 13. P2 പണി കഴിഞ്ഞോ? P2ന്റെ പണി കഴിഞ്ഞില്ലല്ലോ. പണി കഴിഞ്ഞില്ല. പണി കഴിഞ്ഞില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പുറകെ കൊണ്ട് എഴുതുക. ഓക്കെ, P6 വരുന്നു. P6ന് 2 ടൈം യൂണിറ്റ് കൊടുത്താൽ ബാക്കി 1. സോ 13ഉം 2ഉം 15. P6ന്റെ പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞില്ല. സോ എന്ത് ചെയ്യണം? P6നെ കട്ട് ചെയ്തിട്ട് ബാക്കിൽ കൊണ്ട് എഴുതുക. ഇനി P5 വരുന്നു. P5 2 മതി. 2 ടൈം യൂണിറ്റ് കൊടുത്തു. 15ഉം 2ഉം 17. P5 പണി കഴിഞ്ഞു. പണി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് വീട്ടിൽ വിടും. ഓക്കെ, ഫൈൻ. ഇനി P2
P2 എത്ര ടൈം യൂണിറ്റ് ബാക്കിയുണ്ട്? ഒരു ടൈം യൂണിറ്റ് മതി അല്ലേ? അപ്പോൾ അവൻ ഒരു ടൈം യൂണിറ്റ് കൊടുക്കുന്നു. 17 1 18. P2 പണി കഴിഞ്ഞു. പണി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വീട്ടിൽ വിടും. ഇനി P6 ഒരു ടൈം യൂണിറ്റ് മതി, കഴിഞ്ഞു. സോ 18 1 ആരെങ്കിലും ഒരാൾ മിസ്സായോ നമുക്ക്? P6 P5ൻ്റെ P1 P2 P3 P1 P4 P5 P2 P6 P5 P2 P6 P5 മിച്ചം ഉണ്ടായിരുന്നോ നമുക്കിനി? 6 4 2 6 4. ഓ ഇതിപ്പോൾ 0 ആയിട്ടില്ല അല്ലേ? P5 6 4 2. ഓക്കെ, ഇപ്പൊ വരുന്ന ആരാ? അപ്പൊ P5 മിച്ചം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. P5 നമ്മൾ പുറകിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് പുറകിൽ കൊണ്ട് എഴുതണം. നമ്മൾ മിസ്സായി പോയതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ആരാ വരുന്നത്? P6 വരുന്നു. P6 നമുക്ക് ഒരു ടൈം യൂണിറ്റ് മതി അല്ലെ? അവനെ പിടിച്ച് 0 ആക്കി. 18 1 19. P6ന് നമ്മൾ കൊടുത്തു, അവന് കട്ട് ചെയ്ത് വീട്ടിൽ വിട്ടു. ഇനി P5ന് ബാക്കി 2 ടൈം യൂണിറ്റും കൂടെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ടൈം യൂണിറ്റ് 0 ആക്കുന്നു. അപ്പം 19 2 21. സോ P5. ഓക്കെ, ഒരിക്കല് നമ്മുടെ ക്യൂ എം ഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഈ പർട്ടിക്കുലർ ഷെഡ്യൂളിംഗ് കഴിഞ്ഞു എന്നാണ് കേട്ടോ. അതായത് 21 ടൈം യൂണിറ്റിൽ കംപ്ലീറ്റ് ആൾക്കാരും കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ കഥ ഓർത്തിരിക്കുക, ആ പ്രൊസീജിയർ ഓർത്തിരിക്കുക, ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കംപ്ലീഷൻ ടൈം എത്ര വരും? കംപ്ലീഷൻ ടൈം P1ൻ്റെ കംപ്ലീഷൻ ടൈം വലതുവശത്ത് നിങ്ങോട്ട് സ്കാൻ ചെയ്ത് വരിക. P1ൻ്റെ കംപ്ലീഷൻ ടൈം 8, P2ൻ്റെ കംപ്ലീഷൻ ടൈം 18, P3യുടെ കംപ്ലീഷൻ ടൈം P3 കംപ്ലീഷൻ ടൈം 6 ആണോ? 6. P7ൻ്റെ കംപ്ലീഷൻ P4ൻ്റെ കംപ്ലീഷൻ ടൈം 9 അല്ലേ? P5ൻ്റെ കംപ്ലീഷൻ ടൈം 21, P6ൻ്റെ കംപ്ലീഷൻ ടൈം 19. ആവറേജ് കണ്ടുപിടിക്കണം. അതൊക്കെ പഴയതൊക്കെ സെയിമാണ്, എല്ലാം സെയിമാണ്. ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കണം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ്. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം ആണ്. ഓക്കെ, ആ വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി വെക്കാം ഞാനിവിടെ. ഇത് 8 17 4 6 17 13. ഇത് 4 12 2 5 11 10. ആവറേജ് എത്ര വരും? ആവറേജ് ഇതിൻ്റെ ആവറേജ് 10.83 വരും. ഇതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം 7.33 വരും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കഥ ക്ലിയർ ആണോ? എങ്ങനെയാണ് അൽഗോരിതം ക്ലിയർ ആണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ രസം അടിച്ചോളൂ. ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം തെറ്റും. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുന്നവരുടെ വീക്ക്നെസ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റും റൗണ്ട് റോബിനുമാണ് എല്ലാ സ്ഥലത്തും അവന്മാർ ചോദിക്കുന്നത്. ബാക്കി എല്ലാം നിങ്ങൾ എങ്ങനെയെങ്കിലും അവർക്ക് ശരിയാക്കുമെന്ന് അറിയാം, ഇത് നിങ്ങൾ തെറ്റിക്കുമെന്നും അറിയാം. അതുകൊണ്ട് ഇതായിരിക്കും ചോദിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി കുറേ ആൽഗോരിതം ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ, നിങ്ങളത് നോക്കണേ. അതായത് ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ നെക്സ്റ്റ് ഉണ്ട്, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ഉണ്ട് കേട്ടോ. ലോങ്ങസ്റ്റ് ജോബ് ഫസ്റ്റ് വേണമെങ്കിൽ പഠിക്കാം. ലോങ്ങസ്റ്റ് ജോബ് ഫസ്റ്റ്, ലോങ്ങസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഉണ്ട്. അപ്പം എന്നാലും 90% സാധ്യത ഇന്ന് നമ്മൾ കണ്ടതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ളതാണ്. 10% സാധ്യതയുള്ളൂ ബാക്കി ഇതിൻ്റെ അകത്തൊക്കെ പോകാനായിട്ട് കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കിയേ. ഇതിപ്പോൾ ഒരു ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങൾക്ക് പല ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി കോംപ്രിഹെൻസീവിന് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് ആൻസർ പറയാൻ പറ്റുമോ? വേറെ നിങ്ങളുടെ കോംപ്രിഹെൻസീവ് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ അറിയോ? അതായത് ടൈം ക്വാണ്ടം നിങ്ങളുടെ വലുതാക്കിയാൽ ഇത് എന്ത് അൽഗോരിതമായി മാറും? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആയി മാറും, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആയി മാറും, എന്ത് അൽഗോരിതമായി മാറും? ഈ ടൈം ക്വാണ്ടം വളരെ വലുതാക്കി കഴിഞ്ഞാൽ ഈ റൗണ്ട് റോബിൻ അൽഗോരിതം എന്ത് അൽഗോരിതം മാതിരിയായി മാറും? അറിയാമോ? റൗണ്ട് റോബിൻ അൽഗോരിതത്തിന്റെ ടൈം ക്വാണ്ടം വളരെ വലുതാക്കിയാൽ ഈ അൽഗോരിതം എന്ത് അൽഗോരിതമായി മാറും? പറ, ഒന്ന് ടൈപ്പ് ചെയ്യ്. എന്ത് അൽഗോരിതമായി മാറും? ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാ.
എന്തായാലും ഒരു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആയി മാറത്തില്ലേ? പക്ഷെ ടൈം കോണ്ടം വളരെ വലുത് അല്ലേ? അപ്പൊ ആദ്യം വരുന്നവര് ഫുൾ ഫിനിഷ് ചെയ്യുക. കാരണം എന്താ? ടൈം കോണ്ടം വലുതാണെങ്കിൽ അത്രയും ടൈം എന്തായാലും എക്സിക്യൂട്ടീവ് കിട്ടത്തില്ലേ? ഫസ്റ്റ് കം FCFS ആയി മാറില്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ രസടിച്ച്. ഓക്കെ, ഇതിന്റെ ആൻസറും കൂടെ പറഞ്ഞിട്ട് പോയിക്കോ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസോഴ്സ് കിട്ടാതിരിക്കുക, നമ്മുടെ CPU നമുക്ക് കിട്ടാതിരിക്കുക. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നതിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് റിസോഴ്സ് കിട്ടാതിരിക്കുക. ഭക്ഷണം കിട്ടാതിരിക്കുന്നതിനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുക. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാലോ ഭക്ഷണം കിട്ടാതെ മരിക്കും എന്ന് ഉറപ്പാണ്. ഭക്ഷണം കിട്ടാൻ ഒരു സാധ്യതയില്ല, ഇതെന്തായാലും മരിക്കും. അതായത് ഇനി ഇതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഡെഡ് ലോക്ക്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി നമുക്കിനി എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കിട്ടും, ഭക്ഷണം കിട്ടും, പക്ഷെ എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെക്കാൾ ഹൈ പ്രയോറിറ്റി ആൾക്കാർ വന്ന ഹൈ പ്രയോറിറ്റി ഇപ്പം നമ്മളെക്കാൾ ഹൈ പ്രയോറിറ്റി ആൾക്കാർ വന്നാൽ അവർക്കാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. നമ്മൾ പാത്രമായിട്ട് ഇവിടെ നിൽക്കുമെന്ന് വിചാരിക്കുക. ഒരു പ്രയോറിറ്റി ഷെഡ്യൂൾ ആയിക്കോട്ടെ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ എപ്പം പാത്രം നീട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴൊക്കെ എന്ത് വരുന്നു? ഹൈ പ്രയോറിറ്റി പ്രോസസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെക്കാളും ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഭക്ഷണം കൊടുക്കുന്ന ആള് അയാൾക്ക് നമ്മളെക്കാളും വലിയ പ്രയോറിറ്റിക്കാർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഭക്ഷണം കിട്ടാതെ നമ്മൾ മരിക്കുമോ? മരിക്കാൻ ഇനി എപ്പോഴെങ്കിലും നമ്മളെക്കാളും പ്രയോറിറ്റി ഇല്ലാത്ത ഒരാൾ പ്രയോറിറ്റി ഉള്ള ആൾ വരാതിരുന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടുമല്ലോ. മരിക്കത്തില്ല, പക്ഷെ ഞാൻ പാത്രം വെച്ചിട്ട് വിശന്നിരിക്കുമല്ലേ. അതാണ് സ്റ്റാർവേഷൻ. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇതിന് എന്തൊക്കെ ഏതെങ്കിലും വരുമോ? ആൻസർ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡില് സ്റ്റാർവേഷൻ ഉണ്ടാവുമോ? അതായത് ഏറ്റവും ആദ്യം വന്ന ആള് അയാൾ ഫുൾ സെർവ് ചെയ്യുന്നു, മറ്റുള്ളവർ സ്റ്റാർവ് ചെയ്യുമോ? കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുമോ? സിറ്റുവേഷൻ വരാം, ഒരു സ്പെസിഫിക് കേസിൽ സിറ്റുവേഷൻ വരാം. ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് കയറിയ ആ പ്രോസസ്സ് ഒരു വൈൽ ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രോസസ്സിൽ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് വൈൽ ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. വൈൽ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ FCFS കയറിയ അൽഗോരിതം ആ പ്രോസസ്സിൽ ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ സ്റ്റാർവ് ചെയ്യപ്പെട്ടേക്കാം. അതല്ല നോർമൽ FCFS ആണെങ്കിൽ മറ്റുള്ളവർ സ്റ്റാർവ് ചെയ്യത്തില്ല. കാരണം അവന്റെ പരിപാടി കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകുമല്ലോ. അല്ലാതെ അവനൊരു ഇൻഫിനിറ്റ് ലൂപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പം പിന്നെ ഭക്ഷണം കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവൻ തീർത്ത് പോയിക്കോളുമല്ലോ. ഓക്കെ, ആ നിശ്ചിത സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റാർവേഷൻ ഒന്നും ഇല്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ തീരും. എനിക്ക് ഉറപ്പുണ്ട് ആ സമയം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടും. എനിക്ക് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് എന്ത്? സ്റ്റാർവേഷൻ. എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല, കിട്ടും, പക്ഷെ എനിക്ക് ഇതൊന്നും ആലോചിച്ചു. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കും. എനിക്ക് എന്നെക്കാൾ ഹയർ പ്രയോറിറ്റി വരുന്നവർക്ക് ഭക്ഷണം കിട്ടും. എനിക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ എന്നെക്കാൾ ഹയർ പ്രയോറിറ്റി വരാൻ പാടില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എപ്പോൾ ഭക്ഷണം കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എപ്പം നിങ്ങൾ പാത്രം എടുത്താലും ഹയർ പ്രയോറിറ്റി വന്നുകൊണ്ടിരുന്ന പിന്നെ എന്ത് ചെയ്യും? നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റും. എപ്പോൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ സ്റ്റാർവേഷൻ ഇല്ല. ഓക്കെ, FCFSൽ സ്റ്റാർവേഷൻ ഇല്ല. റൗണ്ട് റോബിൻ സ്റ്റാർവേഷൻ ഉണ്ടോ? റൗണ്ട് റോബിൻ വളരെ ക്ലിയർ കട്ടല്ലേ. എന്തായാലും സാധ്യതയില്ല നമുക്ക്. എന്തായാലും 2 5 ടൈം യൂണിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ലേ? നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ലേ? എന്തായാലും ഇത്ര സമയം കഴിയുമ്പോൾ എനിക്ക് എന്തായാലും കിട്ടും. കാരണം അവിടെ ഒരു ടൈം വെച്ചിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ഇവിടെ സ്റ്റാർവേഷൻ ഇല്ലല്ലോ. റൗണ്ട് റോബിന് സ്റ്റാർവേഷൻ ഇല്ലല്ലോ. പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ സ്റ്റാർവേഷൻ ഉണ്ടോ? പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ സ്റ്റാർവേഷൻ ഉണ്ടോ? യെസ് ഓർ നോ? വൈ ഓർ എൻ? പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ സ്റ്റാർവേഷൻ ഉണ്ട്, മസ്റ്റ് ആയിട്ടും ഉണ്ട്. കാരണം നമുക്ക് റിസോഴ്സ് വേണം, നമുക്ക് CPU വേണം, പക്ഷെ നമ്മളെക്കാൾ ഹയർ പ്രയോറിറ്റി വന്നുകൊണ്ടിരിക്കുക. എപ്പോൾ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല നമുക്ക്, അല്ലേ? ഓക്കെ, ഇനി ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ ഉണ്ടോ പ്രയോറിറ്റി? അല്ല, പ്രയോറിറ്റി ഇല്ല, സ്റ്റാർവേഷൻ. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ട്. എന്താ കാരണം? നമ്മൾ റെഡിയായി നിൽക്കുക CPU വേണ്ടിയിട്ട്. പക്ഷെ എപ്പം നമ്മൾ നിൽക്കുമ്പോഴും എന്ത് വരുന്നു? നമ്മളെക്കാളും ചെറിയൊരു പ്രോസസ്സ് വരുന്നു. അങ്ങനെ ഒരു സാധ്യതയില്ലേ? നമ്മുടെ പ്രോസസ്സിന്റെ ടൈം യൂണിറ്റ് അല്ലെങ്കിൽ ബേഴ്സ് ടൈം 10 ടൈം യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ 9 വരുന്നു, 8 വരുന്നു, 5 വരുന്നു, 4 വരുന്നു. അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഓൾറെഡി ഷോർട്ടർ ആയിട്ടുള്ള ആള് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അവനല്ലേ ഷോർട്ടസ്റ്റ് ജോബല്ലേ കൊടുക്കത്തുള്ളൂ, അല്ലേ? ഫൈൻ. അപ്പൊ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിലും എന്ത് സംഭവം? പുതിയ ഷോർട്ടസ്റ്റ് ജോബ് വന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക്
സ്റ്റാർവേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഈ 2 കേസിലും സ്റ്റാർവേഷൻ ഉണ്ടാവും. ഇത് വളരെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റാർവേഷൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?